Everyone open your Bible in this evening. We are going started book of Revelation chapter 1 verse 19. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. വെളിപ്പാടിൻ ദീർഘദർശിൻ കടിതം അധ്യായം 1 വചനം വാസിക്കരുത്. 19-ാമത്തെ വചനം വായിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക. മതി. 7 സഭയ്ക്കുള്ള ദൂതുകളെ പറ്റി, 7 പൊൻനിലവിളക്കുകൾ, 7 സഭയെ പറ്റി ഇതാ കിടക്കുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളതും. എഫെസോസിലെ 7 സഭകൾക്ക് വേണ്ടി യുഗാന്തി സംഭവങ്ങളെ പറ്റി സ്വർഗത്തിലെ ദൈവം യോഹന്നാൻ അപ്പോസ്തലനാൽ വെളിപ്പെടുത്തുന്ന 3 ഭാഗങ്ങളായിരിക്കും ഈ രാത്രി നാം അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ ഹല്ലേലൂയ കണ്ണുകളെ അടച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അകക്കണ്ണുകളെ തുറന്ന് ദൈവത്തിന് സ്തുതി കരേറ്റാം. എവിടെ ആരാധന മുടങ്ങിയിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. എവിടെ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കിയിട്ടുണ്ട് അവിടെ ഭാരമേറിയ മതിലുകളുടെ കെട്ടുകൾ തകർന്നു വീണിട്ടുണ്ട്. എവിടെ ദൈവജനത്തിന്റെ കണ്ണുനീര് വീണിട്ടുണ്ട് അവിടെ ഉന്നതന്മാർ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി ദൈവ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ അവരുടെ സംസാരവും വചനത്തിന്റെ ശക്തിയും പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ അനേകം പേർ വിടുതൽ പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കാൻ സമ്മർദ്ദം നിനക്കെതിരെ നേടി വരും. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ഒന്ന് പൗലോസും ശീലാസും ലോകം കൊടുക്കുന്ന ശിക്ഷാവിധികളെല്ലാം മക്കൾക്ക് കൊടുത്തു. കാരാഗ്രഹത്തിനകത്ത് കുറ്റാക്കുരിട്ട് അവർ പുറത്തു വരുത്തില്ലെന്ന് ലോകം വിധി എഴുതി. കാലുകൾ ചങ്ങലയ്ക്കകത്ത് ബന്ധിച്ചിരിക്കുക, ശരീരഭാഗങ്ങൾ മുഴുവൻ അടിയേറ്റിരിക്കുക. എന്നാൽ അതിന്റെ നടുവിൽ രാത്രിയിൽ വെട്ടമില്ല, വെളിച്ചമില്ല, കീബോർഡില്ല, തമ്പേറില്ല, അവരുടെ നാവ് മാത്രം തുറന്നിരുന്നു. ഇന്ന് രാത്രി അതരം പൂട്ടിയിരിക്കാതെ അതരം തുറന്ന് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിന്റെ ഇരുട്ടിന്റെ അവസ്ഥകളെ മാറ്റുവാൻ മാസിഡോണിയൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എവിടെ ആരാധന മുടങ്ങിയിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു കുഞ്ഞുങ്ങൾ പുറത്തു വരത്തില്ല, ലോകം പറയും പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും പുറത്തു വരത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ആരാധിക്കുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഏത് കാരാഗ്രഹത്തിന് സമാനമായ വിഷയങ്ങൾക്കകത്ത് നിന്റെ കാലുകളെ ചങ്ങലകളെ പൊട്ടിച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്തുള്ള വെളിപ്പെട്ട ദാണ്ഡവരിൻ വല്ലമായി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളെ മുതലാവധി ഇരവ് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. ഇന്ന് രാത്രി അതരം പൂട്ടിയിരിക്കാതെ അതരം തുറന്ന് ആരാധിച്ചാൽ നിനക്കെതിരെ ശത്രു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടുകളെ തകർത്ത് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 2 അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിവാനിടയായി തീർന്നു. നാളുകളായി പടുകലും പടകുള ഇന്ന് രാത്രി പളുകലും കൊടവിളാകോ അതുപോലെ തന്നെ ഹല്ലേലൂയ നെടുവാൻപിളയും ഒക്കെ കെട്ടിവെച്ചിരിക്കുന്ന പിശാചിന്റെ മതിലുകളെ തകർക്കുക. ഇന്ന് രാത്രി ഒരു അമിത ബലം ഈ കൺവെൻഷനകത്ത് പകരുമ്പോൾ പാരമ്പര്യത്തിന്റെ മതിലുകൾ ഇന്ന് രാത്രി തകരുന്ന രാത്രിയാ. ആരവരെ കാരാഗ്രഹത്തിനകത്ത് ബന്ധിച്ചോ കാരാഗ്രഹ പ്രമാണി ചോദിച്ചു കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 2025 മാർച്ച് മാസം 3-ാമത്തെ ആഴ്ച പാളുകൾ ഞങ്ങൾ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കരുണാമയന് നിത്യന് നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. തേജസ് വാരി ഉടുത്തവന്റെ ശബ്ദം ഇന്ന് രാത്രി ഇതിനകത്ത് മുഴങ്ങുമ്പോൾ വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ, അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഈ വചനം ദേശത്ത് വിതറുമ്പോൾ മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, ആത്മഹത്യ കൊതിക്കുന്നവർ ഇന്ന് രാത്രി നാഥന് വേണ്ടി കരമുയർത്തുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ ഞങ്ങളുടെ തിരുക്കരങ്ങൾ തരുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും ദൈവം കാക്കണം, അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, മീഡിയയിൽ കാണുന്ന കുഞ്ഞുങ്ങളെ ദൈവം കാക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ ഈ ദിനങ്ങളിൽ എളിയവനെ ബലപ്പെടുത്തണം. ശബ്ദം വെളിച്ചം പ്രകൃതിയെല്ലാം കാക്കണം. ഈ കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടണം. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ വിലയേറിയ ചിന്ത വിശുദ്ധ ബൈബിളിലേക്ക് എല്ലാവരും ബൈബിൾ തുറക്കാം.
വളരെ ശ്രദ്ധയുണ്ട്. വളരെ അല്പം വേഗത കുറച്ച് തന്നെ പോകാം. ഇട സമയത്ത് അല്പം വേഗം കൂടിയാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പിന്നെയും കാണാം. 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത 5 ഭാഗങ്ങൾ. പുതിയ നിയമത്തിൽ 1 സുവിശേഷത്തിൻ്റെ തലം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തുവിൻ്റെ 5 ആളത്വങ്ങൾ സുവിശേഷത്തിൽ കൂടി പരിശുദ്ധാത്മാവ് വരച്ച് കാട്ടുന്നു. 1 മശിഹാത്വം, 2 മനുഷ്യത്വം, 3 ദാസത്വം, 4 ദൈവത്വം. 5 ഭാഗങ്ങളാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി. 1 നാഥൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5ാമത്തെ കാര്യം പെന്തിക്കോസുകാർ പറയാറില്ല, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. ഇതാ സുവിശേഷത്തിൻ്റെ പ്രസക്തി. ശ്രദ്ധയോടെ തിരുക്കരങ്ങളിൽ വചനവുമായി അപ്പോസ്തല പ്രവർത്തികൾ, സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തി. 3 തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തുകൾ ലേഖന്മാരിൽ കൂടി പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്തു. റോമയും കോരിന്തി, തെസ്സലോനിക്കയും, തിമോത്തിയോസും, എബ്രായരും, എഫേസ്യ ലേഖനങ്ങളെല്ലാം വലിയ ലേഖനങ്ങൾ. അതിനകത്ത് കാൽപ്പനികമായി രേഖപ്പെടുത്തിയത് രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയെ പറ്റി അതിനകത്ത്. അത് കഴിഞ്ഞ് ഉലകത്തിന് എന്ത് സംഭവിക്കും, ദൈവസഭയുടെ ഉൾപ്രാവണവും പരിശുദ്ധാത്മ ശക്തിയിൽ കാക്കപ്പെടാത്ത ദൈവജനത്തിന് വരുന്ന ശിക്ഷാവിധികളുടെ ചെറിയ ലേഖനങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്തുന്നു. ആ ലേഖനങ്ങളുടെ പ്രത്യേകതയാ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദ. അവസാനം ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു ദൈവസഭയ്ക്ക് വേണ്ടി. ആദം മുതൽ 7ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് ലൈവ് നോക്കിയാൽ വന്നുടനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് താൻ മേടക്കുള്ളിൽ പാടിയത്, പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. താഴേക്ക് വരുമ്പോൾ സകല മക്കളെ ന്യായം വിധിക്കുവാൻ വെള്ളസിംഹാസനത്തിന് മുമ്പേ നാം വെളിപ്പെടേണ്ടതാകുന്നു. നാം ചെയ്യതാകിലും നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ. അത് പറഞ്ഞപ്പോൾ പെന്തിക്കോസുകാർക്കും സന്തോഷമില്ല, CSIക്കാർക്കും സന്തോഷമില്ല. എല്ലാവരെയും കൂട്ടിനകത്ത് കയറ്റും. രാത്രി വചനം പ്രസംഗിച്ച് മുട്ടൻ കവർ മേടിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ആദ്യം കൂട്ടിനകത്ത് കയറ്റും. 2 തലമൈ ബോധകർ, പ്രസ്ഥാനത്തിൽ തലമൈ ബോധകർ എല്ലാം കയറ്റും. 3 സെൻറ്റർ ചുമതലുള്ള അരുമയാന വേലക്കാരെ എല്ലാം കയറ്റും. 4 ചെറിയ ഊളിയക്കാരെയും കയറ്റും. 5 വിശ്വാസികളെ കയറ്റും. ടോക്കൺ 5ാമതാ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്വത്രം മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകൾ, കോവിഡ് മാറി ഒന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴേ 2025 HMV, തൊട്ടടുത്ത് നെയ്യാറ്റിൻകര അമീബ മസ്തിഷ്ക ജ്വരം, കോഴിക്കോട് വെസ്റ്റ്നൈൽ പനി, പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ പനികളും പകർച്ചവ്യാധികളും കയറുന്നു. അതിൻ്റെ ഇടയ്ക്ക് പള്ളികൾക്കാർ അറിയേണ്ട ഒരു വാർത്ത, ഈ കോവിഡിൻ്റെ 10ാം വാർഷികം വരുന്നത് 2029. 2019 ഒക്ടോബറിലായി കോവിഡ് ഇറങ്ങിയത്. 2029 പുതിയ പകർച്ചവ്യാധി വരുമെന്ന് അമേരിക്കയുടെ മൈക്രോസോഫ്റ്റിൻ്റെ തലവൻ ബിൽ ഗേറ്റ്സ് പറഞ്ഞു. അപ്പം കലിയിളകിയ ട്രംപ് പറഞ്ഞു, എൻ്റെ കാശില്ല ചായ കുടിക്കാൻ, തമിഴ്നാട് ഭാഷ പറഞ്ഞ ടീ മേടിക്കാനേ കാശക്കടയാതെ. അതുകൊണ്ട് ട്രംപ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒറ്റ ചാട്ടം അതിൽ ചാടിയോല്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് മോഡി സാറും പറഞ്ഞ് എൻ്റെ കയ്യിലും പൈസയില്ല, അങ്ങനെയെങ്കിൽ ഇനി ഇവിടെ ഒരു മഹാവ്യാധി വന്നാൽ സൂചിയും കിട്ടത്തില്ല, കോവിഡിൻ്റെ വാക്സിനും കിട്ടത്തില്ല, ഒന്നും കിട്ടാതെ WHOയിൽ നിന്ന് എല്ലാവരും മതിൽ ചാടുന്ന കാഴ്ച. അതൊക്കെ കണ്ടിട്ടാണ് യൂത പറഞ്ഞത്, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചേക നാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്ന പാറശാല പള്ളികൾ കൊടവിളാകം ദൈവ കുഞ്ഞുങ്ങൾ സ്വർഗമുഖത്തേക്ക് അൻപാന ആണ്ടവരൻ വല്ലമൈ ഏറ്റെടുത്ത് രാവും പകലും ഇങ്ങനെ പ്രാർത്ഥിക്കും, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഊഴിയം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന അരുമയാന ദേവൻ പിള്ളകൾ ആലയത്തിൽ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി വായിച്ചത് വെളിപ്പാട്. വളരെ ആധികാരികമായ ചിന്തകളിലേക്ക് ലോസ് ആഞ്ചലസിലേക്കാണ് നമ്മൾ പോകുന്നത്, അമേരിക്കയിലേക്ക്. വളരെ ആധികാരികമായ ചിന്തകൾ ഇന്ന് രാത്രി കാന്തൻ്റെ വരവിനോടുള്ളത്. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. വിശാലമായി നാളെയും മറ്റന്നാളും നമുക്ക് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതിനുശേഷം ലോകത്തിൻ്റെ ശിക്ഷാവധികൾ പെടപെട ദൈവഭക്തന്മാരുടെ മേൽക്ക് ഭരണകൂടങ്ങളുടെ ഉന്നതംഗ ശൃംഗത്തിൽ വിരാജിച്ച ചക്രവർത്തിമാർ, ഏരുദോമിൻ്റെ ഗവർണറായി ഹേരോദാവ്, റോമിൻ്റെ ഗവർണറായി പീലാത്തോസ്, കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ റോമാഭരണം എത്തിയത് ആരുടെ കൈകളിലേക്ക്? വെസ്പേഷ്യൻ നീറോ എന്ന് പറയുന്ന
നീറോ റോമാ നഗരം ചുട്ടരിച്ചു. യെരുശലേമിൻ്റെ ദൈവാലയം തകർത്ത ടൈറ്റസ് ലൗദിയോസും ക്ലൗഡിയോസ് 90 കാലഘട്ടത്തിൽ ഡൊമേഷ്യൻ വരുന്ന കാലഘട്ടത്തിൽ ശിക്ഷാവിധിയുടെ പരിപൂർണത. പ്രത്യേകത AD 37 പലരും പറയുന്ന ബൈബിൾ എടുക്കുന്നവർക്ക് വീടും കാറും എല്ലാം വരുവാന്ന സ്വത്രം. AD 37 ഒന്നാമത്തെ ഭക്തനായ ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരെന്തോ സ്തേഫാനോസ്. എവിടേക്കെയോ പരിശോകത്തിന് കന്നുമാമൂടോ കാരകോണോ ഒക്കെ പരിശോകത്തിന് ഇങ്ങനെ ട്രാക്ടറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരനായ നല്ലൊരു പുള്ളിക്കാരനുണ്ട്, ശൗൽ കപ്പൽ മുതലാളിയുടെ മകൻ. കീശയിൽ കാശുമായിട്ട് നടക്കുന്നവർ, നാട്ടുകാരെല്ലാം കൊല്ലുവാൻ AK-47 നടക്കുന്നവർ. പാവപ്പെട്ട സ്തേഫാനോസിനെ നല്ല ഉരുള മെറ്റൽ കല്ലുകളുടെ പടപടായി എറിഞ്ഞു. നാടൻ ഭാഷ പറഞ്ഞാൽ കാരക്കോണത്ത് ട്രാക്ടർ കൊടുത്തുകൊണ്ടുന്ന ആ പ്രിയപ്പെട്ട ഭക്തൻ കുഴഞ്ഞു വീണപ്പോൾ വിചാരിച്ചു ഇനി വെള്ളം ആരും തരത്തില്ല, ഞാനിവിടുന്ന് പോകാൻ പോകും. അന്നേരം സ്വർഗം തുറന്നെന്നാ വിശുദ്ധ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സ്തേഫാനോസിനോട് സ്വർഗം പറഞ്ഞ കല്ലേർ അവിടെ കിട്ടിയാലും നിനക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കൂടാരമായ ബൊമ്മഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം നിനക്ക് മധ്യാകാശത്തിലുണ്ട്. അവിടെ എത്ര ഇടി കിട്ടിയാലും അടി കിട്ടിയാലും നിനക്ക് മുകളിൽ വന്നാൽ വിശ്രമസ്ഥലമുണ്ട്. അങ്ങനെ സ്തേഫാനോസിനെ കാലപുരിക്കയച്ച സന്തോഷവുമായി അവൻ യാത്രയാകുന്നു. സിറിയയുടെ തലസ്ഥാനം ഡമസ്കോസിൻ്റെ നല്ലൊരു സ്ഥലമാണ് ഡമാസ്കസ്. അവിടെ പട്ടാപ്പകൽ കൂട്ടുകാരെല്ലാം കൂട്ടി യാത്രയാകുന്നു. പാറശാല കളിക്കാനുള്ള റോഡ് പോലെ. അടുത്ത വരുത്തനെ ടാർഗറ്റ് ചെയ്ത് അനന്യാസുപദേശിയെ കൊല്ലുവാൻ കുതിരയ്ക്കകത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദം കർണപടങ്ങളിൽ ആരുടെ ചെവിയിലിറങ്ങി? പൗലോസിൻ്റെ ചെവിയിലേക്ക് ഇറങ്ങി. പൗലോസോട് ചോദിച്ചു, ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നത് അങ്ങാരാകുന്നു കർത്താവ്. അപ്പോൾ പറഞ്ഞു, ഞാൻ സർവശക്തനായ യഹോവ. എവിടേക്ക് പോകുന്നതെന്നൊന്നും ചോദിച്ചില്ല. അതിന് മുമ്പിട്ട് തന്നെ അവൻ്റെ മേൽ ടോർച്ച് വീണ് ദാ കിടക്കുന്ന ദിം ധരിക്കേണ്ടതോ. കീശെ കാശുണ്ടെങ്കിലും, കയ്യിൽ പോലീസുകാരുണ്ടെങ്കിലും, കാവൽത്തുറ അധികാരികളുണ്ടെങ്കിലും, AK-47 ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ഒരടി കിട്ടിയാൽ പളുകൾ ഏതച്ചായന് താഴെ വീഴും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സന്തോഷമില്ലല്ലോ? കർത്താവിൻ്റെ അടിയുടെ കാര്യം പറയുമ്പോൾ പെന്തിക്കോസുകാർക്ക് ഭയങ്കര സന്തോഷമില്ല. ആശീർവാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷം. സ്വത്രം. കർത്താവിൻ്റെ കയ്യിൽ അടി ഉണ്ട്, അത് പുറകെ പറയാം. അങ്ങനെയെങ്കിൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. ഇന്നത്തെ പള്ളികളിൽ നമ്മുടെ സഹോദരനാന്നേ പറഞ്ഞാൽ നമ്മൾക്ക് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി കൊണ്ടുപോവാ, അല്ലെങ്കിൽ കരമന ആരാധന കൊണ്ടുപോകുക. ശൗലി നല്ല ബുദ്ധിയുള്ളവനായിരുന്നു. അവന് പിടി കിട്ടി അവിടെയൊക്കെ കൊണ്ടുപോയി വെറുതെ പൈസ അടിച്ച് ലേസർ അടിച്ചിട്ടൊന്നും കാര്യമില്ല. സ്വത്രം. ഇത് കർത്താവിൻ്റെ അടി കിട്ടിയതാ. ഇനി കർത്താവ് കാര്യമുള്ള ആൾക്കാരോട് പറഞ്ഞ് നമ്മുടെ ഒരു പള്ളിപ്പുരയുണ്ട് നേർവീതി തർശോഷകാരനായ യൂത എന്ന് പറയുന്ന ഒരു ഉപദേശം ഒരു പള്ളിപ്പുര നടത്തുന്നുണ്ട്. എന്നെ 108 ആംബുലൻസ് അവിടെ കൊണ്ടിട്ടേക്കാം. സ്വത്രം. നേരെ പള്ളിപ്പുരയുടെ അവിടെ ചെന്നൊരു പായ എടുത്തിട്ട് മുറ്റത്ത് കരച്ചിൽ തുടങ്ങി. സ്വത്രം. ഇവിടെ പാസ് എനിക്ക് കട്ടൻ ചായ ഒന്നുമില്ല, എല്ലാവരും കട്ടൻ ചായ കൊടുത്ത് 2 ദിവസം കൊണ്ട് കരച്ചിലായപ്പോൾ അന്നത്തെ കാലത്ത് വാട്സപ്പില്ലേലും അങ്ങ് പറയുക. അന്നത്തെ വാട്സപ്പ് അനന്യാസിനോട് പറഞ്ഞ കുഞ്ഞാവാൻ എന്തായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുക. സ്വത്രം. അതുകൊണ്ട് ദയവ് ചെയ്ത് അവനെ പ്രാർത്ഥിച്ച കണ്ണിലെ ചെതുമ്പലൊക്കെ മാറ്റി കൊടുക്കണം. അനന്യാസ് വാട്സപ്പിൽ കൂടെ സ്വർഗത്തോട് സംസാരിച്ച്, കർത്താവെ 6 മാസമെങ്കിലും അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. സന്തോഷമില്ലല്ലോ? പാറശാലയിലും നമ്മുടെ ചെങ്കമ്പിളയൊക്കെ വെച്ച കൺവെൻഷൻ്റെ പോസ്റ്ററെല്ലാം അവൻ രാത്രി അടിച്ചുകൊണ്ട് പോയി അതിനകത്തെ പട്ടികളെല്ലാം വീട്ടുമുറ്റത്ത് വെച്ച് തീയിട്ട് വെള്ളവും ചൂടാക്കി കുളിച്ചവനാ. സന്തോഷമില്ലല്ലോ? സ്വത്രം. അത് കഴിഞ്ഞ് നമ്മുടെ കൺവെൻഷൻ്റെ ആ ഫ്ലക്സൊക്കെ വെച്ചിരിക്കുന്നതിനെല്ലാം കരിയായാലും ഒക്കെ അടിച്ചതാ. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗം പറഞ്ഞു, നീ മിണ്ടണ്ട, പടപട MIT സ്കൂട്ടറുമായിട്ട് പൊക്കോളാം. ആരെ MIT സ്കൂട്ടർ എടുത്ത്? അനന്യാസ് MIT സ്കൂട്ടർ എടുത്ത് നേരെ ചെല്ലുക. ഇപ്പം നല്ല ബെന്യാമിൻ ഗോത്രക്കാരൻ കപ്പൽ മുതലാളിയുടെ മകൻ കീശ കാശുണ്ടായിരുന്നവൻ കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ നാം മുട്ടുമടക്കി കരയുക. അവനെ കണ്ട ഉടനെ അനന്യാസ് ഒരു വിളിച്ചു. ആ വിളിയ മക്കളെ ദൈവത്തിൻ്റെ അനുഗ്രഹം. അനന്യാസ് വിളിച്ച ശൗലേ സഹോദര. നിങ്ങൾ ആരെങ്കിലും വിളിക്കുമോ? 48 മണിക്കൂർ മുമ്പ് വടിവാളും കത്തിയായിട്ട് വന്നവനെ വിളിക്കുക ശൗലേ സഹോദര. മനസ്സിലാകുന്നവർക്കായി. അപ്പം തന്നെ അവൻ്റെ പകുതി കാഴ്ച ലഭിച്ചു കാണും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ഉടനെ ശൗലേ സഹോദര. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ പളികളിലൂടെ ഇന്ന് രാത്രി ഞങ്ങളുടെ വിശുദ്ധ ബൈബിൾ പറയുന്നു, എതിർക്കുന്നവനെ പോലെ സ്നേഹിച്ച് മാറോട് ചേർത്തണയ്ക്കുന്നതാ ഇന്ന് രാത്രി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കാണിച്ച നിത്യസ്നേഹം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോൾ തന്നെ അവന് പകുതി കാഴ്ച കിട്ടിയല്ലോ. ശൗലേ സഹോദര എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് പകുതി കാഴ്ച കിട്ടി കാണും. നമ്മൾ ഈ രോഗികളെ പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളെപ്പോലുള്ള വിശ്വാസികളെ വിട്ടിരിക്കുക. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ഏതെങ്കിലും അപ്പച്ച സുഖമില്ലാതെ നടക്കുമ്പോൾ ഉടനെ ചെന്ന് 2 അപ്പച്ചന്മാർ മരിച്ച കഥ പറയും. പിന്നെ ശവപ്പെട്ടി മേടിച്ചുകൊണ്ടാൽ മതി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പച്ചൻ്റെ അടുത്ത് 2 പേര് വിടുതൽ പ്രാപിച്ച സാക്ഷ്യം പറയണം. സഹോദരിമാർ കുഞ്ഞമാമയും ചിന്നമാമയും കൂടെ രോഗികൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവിടെ ചൊല്ലും. ക്യാൻസർ രോഗമുള്ളൊരു ചേച്ചിയുടെ അടുത്ത് ചെന്ന് നിർമ്മല ചേച്ചിയുടെ അടുത്ത് 3 ക്യാൻസർ രോഗികൾ പാറശാല മരിച്ച കഥ പറയും.
പിന്നെ ചിന്നമാമയുടെ കാര്യം തീർന്നു. സ്വോത്രം. അതല്ല പറയേണ്ടത്. 2-3 പേരെ വിടുവിച്ച് അത്ഭുത സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് പകുതി ആശ്വാസമാകും. അതാ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. വിളി കേട്ടപ്പോൾ തന്നെ പകുതി സന്തോഷമായി. അനന്യാസിൻ്റെ തലയിൽ കൈവച്ചു. തലയിൽ കൈവച്ചപ്പോൾ അവൻ്റെ തലയിൽ നിന്ന്, അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ മാറി കാഴ്ച കിട്ടി. ഇന്നെങ്ങാനും നമ്മുടെ ജോസ് വാസ് വിട്ടിരിക്കുന്നു, ബിജുമാൻ ബാസ് വിട്ടിരിക്കുന്നു, പാറശാല എങ്ങാനും കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ 2-3 ചാനലുകാർ കൂടെ നിൽക്കും. അയ്യോ ഞങ്ങളുടെ ഊഴിയക്കാരൻ്റെ അത്ഭുതത്തെ ചെയ്യരുത്. പിന്നെ ഒരു പാട്ട്, അതിശയങ്ങൾ ചെയ്യരുത്. അതൊന്നുമല്ല. കാഴ്ച കിട്ടിയവൻ ഉപദേശിയുടെ അടുത്ത് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഉപദേശി എന്ത് ചെയ്യണം? ഉപദേശി പറഞ്ഞു, നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രക്ഷിക്കപ്പെട്ട നീ എന്തോ ചെയ്യണം? പിന്നെ പാറശാല കറങ്ങരുത്. നീ അനുദപിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കണം. അനുദപിച്ച് നിലവിളിക്കുന്ന നീ എന്ത് ചെയ്യണം? നിന്റെ കൂട്ടുകെട്ടുകൾ മാറ്റണം. അതിൻ്റെ പേര് മാനസാന്തരം. പകയും പിണക്കവും കള്ളും കഞ്ചാവും മയക്കുമരുന്നെല്ലാം മാറ്റണം. പിന്നെ 4-മത്തെ കാര്യം, പറ്റുമെങ്കിൽ തൃപ്പരമ്പിൽ പോയി ഇന്ന് തന്നെ പോകണം. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. മനസ്സിലാകുന്നവർക്കായി സ്നാനപ്പെട്ട നീ പിന്നെ കളിക്കാവിളയും അത് കഴിഞ്ഞ് കൂടിത്തറയും മാർത്താണ്ടത്തെ കറങ്ങരുത്. ദൈവസഭയിൽ വന്ന് മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. കർത്താവിൻ്റെ പരമ്പര പ്രാർത്ഥനാ ജീവിതം നയിക്കണം. നിന്നെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. മനസ്സിലാകുന്നവർക്കായി ഇതാണ് പൗലോസിൻ്റെ കണ്ണപുടത്തിനകത്ത് അനന്യാസ് ഉപദേശി പറഞ്ഞത്. മേൽക്കുമേൽ അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. ദൈവമക്കളെ, ഈ പൗലോസിൻ്റെ അന്ത്യം ഉപദേശിമാരും പ്രസംഗിക്കത്തില്ല. അവനെ യുദ്ധ കുറ്റവാളിയായി കിടക്കുക. ഓസ്ട്രേലിയ ചന്തയ്ക്കകത്ത്, ഓസ്ട്രേലിയ ഒരു കാരാഗ്രഹത്തിനകത്ത് ഗ്രില്ലിനകത്ത് കിടക്കുക. അവന് 2 പ്രിയ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒന്ന് തിമത്തിയോസും, മറ്റവൻ ഒനോമയോസും. ഒരുത്തൻ അവിടെ പോയിരിക്കുക, ഒരുത്തൻ പടുതാലുമൂടിൽ ട്രാക്ടർ കൊടുക്കാൻ പോയിരിക്കുക, മറ്റവൻ ഊരമ്പിൽ പരിശോധത്തിൽ പോയിരിക്കുക. ഈ കുഞ്ഞുങ്ങൾ ദിനങ്ങൾ കഴിഞ്ഞാൽ മടങ്ങി വരുന്നു. ഒരു ശനിയാഴ്ച വൈകിട്ട് പടയാളികൾ വന്നിട്ട് ഗ്രില്ലിൻ്റെ അകത്ത് കൂടി പൗലോസിനോടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനോട് പറഞ്ഞു, നാളെ പകൽ താങ്കളെ എവിടെ കൊണ്ടുവരിക? ഓസ്ട്രേലിയയുടെ ചന്തയിൽ കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്ന് പച്ചയ്ക്ക് കഴുത്തറുത്ത് മാറ്റും. ചില ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് കുറ്റം ചെയ്യുന്നവൻ്റെ കൈയും കാലും വെട്ടുന്നത് പോലെ താങ്കളുടെ കൈവിട്ട്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗം മുറിച്ചു മാറ്റും. പൗലോസിന് ഉള്ളിനകത്തൊരു വേദന, മരണത്തിൻ്റെ വേദനയല്ല. ഈ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പടത്താലുമൂടിൽ നിന്ന് ഊരമ്പെന്നൊക്കെ ട്രാക്ട് കൊടുത്തിട്ട് മടങ്ങി വരുമ്പോൾ ഗ്രില്ലിൻ്റെ അവിടെ ഒരു പടയാളിയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ കാണാൻ വരുമ്പോൾ എന്നെ കാണത്തില്ല. ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് വിലപിക്കും. അന്നത്തെ കാലത്ത് എഴുത്തും കുത്തും മെയിൽ ഐ ഡി ഒന്നുമില്ല. അന്നുള്ളത് ചിരട്ടയ്ക്കകത്ത് വെള്ളമാ ജയിലിനകത്തുള്ളത്. എവിടുന്ന് ഒരു കരിക്കട്ട കിട്ടിയ അമ്മച്ചി അതെടുത്താ പൗലോസ് ഭിത്തിക്കകത്ത് ഒരു വാക്കെഴുതി. പൗലോസ് എഴുതിയതായി ഈ കുഞ്ഞുങ്ങൾ തിമത്തിയോസും ഒനോമയോസൊക്കെ മടങ്ങി വരുമ്പോൾ വായിക്കുവാൻ. അതാ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി തിമത്തിയോസിന് എഴുതിയിരിക്കുന്നു. ഞാൻ നല്ല പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മക്കളെ, മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലേ? ഭാരപ്പെടേണ്ട. നമുക്കേവർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ നീതിയുടെ കിരീടവുമായി വരുവാനുള്ളവൻ വരും. ഭക്തന്റെ പ്രത്യാശ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയ്ക്കകത്ത് പടപട കൊടപടകത്തുനിന്ന് മില്ലിനകത്ത് വാളുകൊണ്ട് തലയിറക്കുന്നത് പോലെ പൗലോസിന്റെ തലയിറത്ത് രക്തം തെറിക്കുമ്പോൾ ജോസഫസ് എഴുതി വെച്ചിരിക്കുന്നവന്റെ തല വീണ് പോയപ്പോഴും ഇങ്ങനെ ഒരു കാര്യം അവന്റെ നാവ് ചലിച്ചു. ഞാൻ നല്ല പൊരുത്, ഓട്ടം തികച്ചു. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, യാക്കോബ് അപ്പോസ്തലന്റെ തല വെട്ടി മാറ്റി പത്രോസിലേക്ക് ക്രൂശിക്കാൻ വിധിച്ചപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ നാഥന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനെ തലകീഴായി ക്രൂശിച്ചു. ഇന്ത്യയുടെ മണ്ണിലേക്ക് സുവിശേഷത്തിന്റെ രണപ്പോരുമായി വന്നിറങ്ങിയ ദൈത്യമായ വചനം വിത്തുകൾ വാരി വിതറിയ തോമസ് അപ്പോസ്തലൻ AD 72 ബൈലാപ്പൂരിൽ വെച്ച് വധിക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിനകത്ത് AD 64 ഒരുവൻ യാത്ര, അവന്റെ പേര് വയോധികനായ യോവാൻ അപ്പോസ്തലൻ. അദ്ദേഹം പോയത് എവിടെ? തുർക്കിയിലെ ഏഷ്യ മൈനർ. അവിടെ ആസിയയിലെ 7 സഭകളുണ്ടാക്കി. എഫെസോസും ലവോദിക്കയും സ്വർണ്ണയും തുതയൂരും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭ സെൻറ്ററിന്റെ ചുമതലയുള്ള അരുമയാന ബോധകരായി വയോധികനായി 90 വയസ്സ് പ്രായമെത്തുമ്പോൾ ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി ഒരു കൽപ്പന കൊടുത്തു. വയോധികനായ യോഹന്നാനെ പിടിക്കണം, അവന്റെ കൈകാലുകൾ ബന്ധിക്കണം, കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലണം. ഇതായിരുന്നു കൽപ്പന. പാശ്ചാത്യ പൗരസ്ത്യ റോമന്റെ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രിയനായ ഡൊമീഷ്യന്റെ ചക്രവർത്തിയുടെ കൽപ്പന. പ്രഭാതത്തിൽ ഇതുപോലൊരു പള്ളി, അതുപോലെ ഈ പള്ളിയുടെ മുറ്റത്ത് രാവിലെ വചനം വായിച്ചു കൊണ്ടിരിക്കുന്നു. പടിനിമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഏടുകൾ തോറയും തനാക്കുമെല്ലാം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോമന്റെ പുറത്തുള്ള ചരിത്രം വായിക്കുമ്പോൾ 8 5 6 കുതിരകൾ 12 പടയാളികൾ വയോധികനായ അപ്പച്ചൻ്റെ അടുത്തേക്ക് വന്ന് അപ്പച്ചൻ ഞെട്ടിപ്പോയി. സഭയിൽ ആരുമേയില്ല, കമ്മിറ്റിക്കാരില്ല, ബോധകരില്ല, ആരുമേയില്ല, കുളന്തകൾ മറ്റുമേ ഇല്ലാതിരിക്കുന്നത്. അവനോട് പേശിയ ഒരു കാര്യമുണ്ട്. വയോധികനായ അപ്പച്ച താങ്കളെ കൊണ്ടുപോവാ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊള്ളുവാനുള്ള കൽപ്പന. മകനെ മകളെ ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കൈവിറയ്ക്കുന്ന അപ്പച്ചൻ ഈ കൽപ്പന ഏറ്റെടുത്തു.
കുതിരകൾക്കകത്ത് അപ്പച്ചനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച് 6 മണിയാ റൂമിൻ്റെ സമയം. കാരാഗ്രഹത്തിനകത്ത് സൈറൺ 6 ആയപ്പോൾ കഴുത്തു മുതൽ അടിവേർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുന്നതിന് മുമ്പിട്ട് ഈ കുറ്റവാളികളെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് മുഖം മറയ്ക്കുന്ന മുഖം മറച്ചു, കൈകാലുകൾ ബന്ധിച്ച് ഓടാതിരിക്കുവാൻ വേണ്ടി. ഇവിടെ തൊട്ടടുത്ത SP ഉണ്ടല്ലോ, അവർക്കെല്ലാം അറിയാം. ഒരുപക്ഷെ നെയ്യൂർ ആശുപത്രിക്കും അറിയാം, ഒരുപക്ഷെ മൂകാംബികയ്ക്കും അറിയാം, ഗ്രേസിനും അറിയാം. എന്താ ക്യാൻസറിന് റേഡിയോ തെറപ്പി കൊടുക്കുന്നതിന് മുമ്പ് കഴുത്ത് മുതൽ ഇങ്ങോട്ട് താഴെ വരെ ഒരു മാർക്ക് ചെയ്യുന്നല്ലോ മാർക്ക് ചെയ്തു. ഉപദേശി അവിടെ കിടന്ന് 7 മണിക്ക് 2 സൈറൺ മുഴങ്ങുമ്പോൾ ഒരു പടയാളി ശ്രദ്ധയോടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം 156 മുള്ളുള്ള കിരീടം 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. പെരിട്ടോണിയസിന്റെ ചാട്ടവാറിനകത്ത് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അവന്റെ ശരീരം വിണ്ടുകീറി വിരൂപമാക്കപ്പെട്ട ശരീരം. അത് തകർത്ത പടയാളിയുടെ പേര് റോമിന്റെ ചരിത്രം പെരിട്ടോണിയസ്. അവന്റെ കസിനായ ഒരുവനായി ഈ കാരാഗ്രഹത്തിനകത്ത് കുറ്റവാളികളെ പോലെ ഭക്തന്മാരുടെ ന്യായവിധി. അവൻ 7 മണിക്ക് വന്ന് വാളുമായിട്ട് വന്നു. എന്താ ചെയ്തതെന്നറിയാമോ? സ്വോത്ര ഇവന്റെ ശരീരത്തിനകത്ത് പെരിയ കീറാൻ തുടങ്ങി. വയോധികന്റെ ശരീരം കീറുമ്പോൾ രക്തം വന്നില്ല, ശരീരം ഒട്ടിപ്പിടിക്കുന്നു. അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കൊത്തി ഇറങ്ങിയ പടയാളി അതെടുത്ത് വലിച്ചിട്ട് എറിഞ്ഞിട്ട് പറഞ്ഞ് ഈ മകനെ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഈ വയോധികന്റെ കെട്ടഴിച്ചു വിട്ടേര്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, മകനെ മകളെ സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, സമ്മർദ്ദം നിനക്കെതിരായിരിക്കും, കാലുകളിലും കൈകളിനകത്ത് കെട്ടുകൾ വരും, എന്നാൽ എന്തുകൊണ്ട് നീ മരിക്കുന്നില്ല? ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ ഏത് ആശുപത്രി കടക്കെ കിടന്നാലും അതിന്റെ നടുവിൽ നിന്ന് അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും, വിശ്വസിക്കുന്ന ദൈവം മക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തായെ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നീ കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും, നീ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കിടന്നാലും, നീ ICUവിനകത്ത് കിടന്നാലും നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി സാധാരണ ദൈവമല്ല ബ്രദർ നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ചെറുപ്പക്കാരി, ഇന്ന് രാത്രി നിന്റെ സാധാരണ ദൈവമല്ല നിന്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്റെ കണ്ണുകൾ. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനം ഏറ്റെടുക്കുന്നവർക്കായി അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ചിരിക്കുന്ന ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എന്റെ തലയിലെ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ശന്തരാധികാന പൗടാരവ ശംദുരെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലകളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ മാവ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോ സഹോദരി വിളിച്ചു പറ, ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. നിന്റെ കുഞ്ഞുങ്ങളോട് ഡോക്ടേഴ്സ് പറയൂ അമ്മയ്ക്ക് വേണ്ടി ശവപ്പെട്ടി ഒരുക്കുക. എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടത്തിലെ മുതലാവത് നൽസെയ്തി കൂട്ടങ്ങളുടെ ഇറവ് ആണ്ടവരിൻ വല്ലമായി പറയണം, ക്യാൻസർ അല്ല വലത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം ഇന്ന് രാത്രി എന്നെ തൊടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പച്ചി ഇവിടുത്തെ നിമിഷകാര് പറയും, രഹസ്യമായിട്ട് ഇനി ഒരു അറ്റാക്ക് കൂടെ വന്നാൽ നിന്റെ പപ്പാശമെ തരില്ല. എന്നാൽ ഇന്ന് രാത്രി പറയണം, എൻ്റെ കണ്ണുനീരിന്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആര് കരമുയർത്ത് ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. ഈ രാത്രി പന്തലകത്ത് പറയാൻ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ഹാർട്ട് അറ്റാക്കിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. അമ്മച്ചി കരം ഉയർത്തിയാട്ടെ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ അപ്പച്ച കരം ഉയർത്തിയാട്ടെ. ഞാൻ ഉപവസിച്ചത്, ഞാൻ നിലവിളിച്ചത്, രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ ബൈബിളിനകത്ത് കുറിച്ച മറുപടി എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നത് വരെ ഏത് രോഗം എന്നെ സ്ട്രൈക്ക് ചെയ്താലും അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ കരം എന്നെ വഴി നടത്ത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്നത് ബൈബിൾ സാധാരണ പുസ്തകമല്ല, മലയാള ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടുശനും ഡിങ്കനും മായാവിയുമല്ല. 8000 വാഗ്ദത്തമുള്ളത് ബൈബിളിൻ്റെ വാഗ്ദത്തങ്ങൾ. ഓരോ ദിവസവും ഓരോ വാഗ്ദത്തം പറയാം. ഇന്ന് ഇവിടെ പാട്ട് തുടങ്ങിയപ്പോൾ ദാവീദിനെ പറ്റിയ അരുമயான കാര്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. എന്താ ദാവീദ് മനസ്സിലാക്കണം? ഇസ്രായേലിൽ 1ാമത്തെ രാജാവായിരുന്നു ശൗൽ. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കഴുതയെ അന്വേഷിച്ചവൻ പോയി, ദൈവത്തിൻ്റെ കരുണ അവൻ്റെ മേൽ വന്നു, ശമൂവേലിനാൽ അനുഗ്രഹിക്കപ്പെട്ട രാജാവായി. പലരും ഈ ദൈവ
ദൈവസന്നിധിയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ വരുമ്പോൾ നമ്മൾ വന്ന വഴികൾ മറക്കും. ഊഴിയക്കാരോടും മേടയിലിരിക്കുന്ന അരുമയാണ് ഊഴിയക്കാരോട് അതിന് താൻ കീഴേ ഇരിക്കുന്ന നല്ല ദൈവകുഞ്ഞുങ്ങളോടും പറയാം, കർത്താവ് നിന്നെ ഒരു സ്ഥാനത്ത് കൊണ്ടാക്കി ദൈവസന്നിധിയിൽ നിന്ന് കൃപയോടെ നിന്നില്ലെങ്കിൽ നിന്റെ കസേര മാറ്റുവാൻ കർത്താവിന് കഴിയും. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ശൗലിൻ്റെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവൻ ഈ പോസ്റ്റഡിയിലായിരുന്നു. സന്തോഷമില്ലല്ലോ. മറ്റേത് കേരളത്തിലെ പെന്തിക്കോസുകാർക്ക് പോസ്റ്റഡിയിലുള്ളായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലും പോസ്റ്റഡിയിൽ തുടങ്ങിയിരിക്കുക. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അഭിഷിക്തനായ ദാവീദിന് നേരെ കുന്തം പറയുക. ദാവീദ് പല പ്രാവശ്യവും പറഞ്ഞു, ശൗലേ ഇത് എനിക്ക് നേരെ കുന്തം എറിയരുത്. കർത്താവിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. സ്വോത്രം. അവനെ അമ്മ കൊണ്ടുപോയി ഗിൽബോറായിലുള്ളത്. അപ്പനും പോയി മോനും പോയി. അപ്പം ശൗല് പോകുന്നെന്നുള്ള കാര്യമൊക്കെ സ്വർഗത്തിനറിയാം. ഉടനെ നമ്മുടെ ശമൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, രാജാവ് ഇസ്രായേലിന് രണ്ടാമത്തെ ഒരുവനെ വേണം, ഇശായിയുടെ വീട്ടിൽ പോകണം. നല്ലൊരു പൈതലിനെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് വാഗ്ദത്ത പ്രകാരം. ഇശായിയുടെ വീട്ടിൽ നമ്പറൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. ലാൻഡ് ലൈനിൽ ശമൂല് വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ ഞാൻ വരും, ഓർഡിനേഷൻ്റെ പേപ്പറുണ്ട്, തൈലമൊക്കെ ഉണ്ട്, ആ കുഞ്ഞുങ്ങളെല്ലാം റെഡി ആക്കി എടുത്തേക്കണം. അവിടുന്ന് ഒരുവനെ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവാക്കാൻ. നമുക്ക് പിന്നെ ഇശായിക്കും ഭയങ്കര സന്തോഷമായി. വീട്ടിൽ നിന്ന് ഒരുത്തൻ രാജാവല്ലയോ. നമ്മുടെ കാബസാക്കി ബൈക്കുമായിട്ട് ശമൂൽ എവിടെ പോയെന്നറിയാമോ? നേരെ പോയി ഇശായിയുടെ വീട്ടിൽ ചെന്ന്. ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ നല്ല ചായ തന്നതുപോലെ 2 ചായ കൊടുത്തു. 7 കുഞ്ഞുങ്ങളെയും കൊണ്ടിരുത്തി. ഞങ്ങളുടെ നാടൻ ഭാഷ കില്ലറിൻ്റെ പാൻറ്, മാൻ ഹുസൈൻ്റെ ഷർട്ടും, മനസ്സിലാക്കുന്നവർക്കായി സെൻറ്റ് സ്പ്രേയും എല്ലാം അടിച്ച് കൊണ്ടിരുത്തിയേക്കുക. ഉടനെ ആദ്യത്തെ പാട്ട് പാടി. ആര് പാട്ട് പാടി? നമ്മുടെ ശമൂല് പാട്ട് പാടി. നമ്മുടെ ബ്രിനു പാടുന്ന പോലെ നാനും എൻ വീടും എൻ വീട്ടാരനൈവരും നല്ലൊരു പാട്ടെല്ലാം പാടി ഒരു സങ്കീർത്തനമെല്ലാം വായിച്ചു. ഒന്നാമത്തവനെ ഓർഡിനേഷൻ ചെയ്തപ്പോൾ സ്വർഗം പറഞ്ഞവനെ കണ്ടിട്ടില്ല. എന്നാൽ കൈ വലിച്ചു. രണ്ടാമത്തവൻ്റെ തലയിൽ കൈ വെച്ചു. ഇടുക്കിയിൽ നല്ലൊരു നേതാവുണ്ട്, മണിയാശ. ഇന്നലെ പറഞ്ഞുള്ളൂ 1 2 3 4 5 6 7 സ്വോത്രം 7 എണ്ണത്തിൻ്റെ തലയിലും കൈവച്ചു. സ്വോത്രം. സ്വർഗം പറഞ്ഞവനെ ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ വേദിയിൽ നല്ല പാസ്റ്റർമാരിരിക്കുന്നു, അവരെ ഞാൻ വിടുന്നു. എന്നെപ്പോലുള്ള പാസ്റ്റർമാരാണ് 7 കവർ തന്നിരുന്നുണ്ട്, 7 എണ്ണത്തിന് ഓർഡിനേഷൻ കൊടുത്തേനെ. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അങ്ങനെ ഓർഡിനേഷൻ കൊടുക്കുന്നതല്ല ശമൂവേൽ. ശമൂവേൽ ആരായിരുന്നു? പണ്ടൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു, ഹന്ന. അന്നാമ്മയുടെ പ്രത്യേകത എന്തായിരുന്നു? പള്ളി പോകണമെന്ന് അവർക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ വീട്ടിൽ ഒരുത്തി പോസ്റ്റേ കയറ്റാൻ ഉണ്ടായിരുന്ന പേര് പെനീന. മനസ്സിലാക്കുന്നവർക്കായി. ചില ചേച്ചിമാർ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ചില പെനീനയുടെ കൊത്തുവാക്ക് കിട്ടണം. സ്വോത്രം. അന്ന ദൈവാലയത്തിൽ കരഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി. ഏലി പുരോഹിതൻ മോലും ഞെട്ടിപ്പോയി. സ്വർഗത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഉള്ളിൽ ഉദരത്തിനകത്തൊരു കുഞ്ഞിനെ തന്നാൽ അരുമயான ഊഴിയത്തേക്ക് കൊടുക്കാം. സന്തോഷമില്ലല്ലോ? കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാം. ഇത് ഞങ്ങളുടെ പോലുള്ള പാസ്റ്റർമാർക്ക് 2 മക്കളാണ്. നാം 2, നമുക്ക് 2. ഒരു കുഞ്ഞ് എഞ്ചിനീയർ, കല്ലറ വെട്ടാൻ. ഒരു കുഞ്ഞ് ഡോക്ടർ, പപ്പ കിടക്കുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കാൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പച്ചയ്ക്ക് ലൈവ് കൊടുത്താലും കുഴപ്പമില്ല മോനെ, അല്ലേ തന്നെ തീർക്കാതിരിക്കുക. സ്വോത്രം. ഇന്ന് പുസ്തകം എടുക്കാൻ ആരുമില്ല. സ്വോത്രം. പക്ഷേ കന്നാമാമ പറഞ്ഞ് കിട്ടിയാൽ ആലയത്തിനും. ഏലിക്ക് 2 മക്കളുണ്ടായിരുന്നു. അമ്മാരുടെ പേരുന്ന ഗോപിനിയും പിന്നെ കാശും. ആ ശമൂവേൽ എവിടെ ആയിരുന്നു? ഏലി പുരോഹിതൻ്റെ കൂടെയായിരുന്നു അവൻ്റെ കിടപ്പ്. സ്വോത്രം. അന്ന് നമ്മുടെ പവർ വിഷനും ഇല്ല, മന്ന TV ഇല്ല, ഇവിടുത്തെ ക്രിസ്ത്യൻ ലൈവ് മീഡിയകളൊന്നുമില്ല. വചനം ദുർലഭമാണ്. രാത്രി ഏലിക്ക് ഞങ്ങളെപ്പോലെ ഇച്ചിരി ഷുഗർ ഉണ്ടായിരുന്നു. 8 മണിക്ക് ചപ്പാത്തി കഴിച്ച് കിടന്നപ്പോൾ ശമൂവേൽ 1ാമത്തെ വിളി വന്നു. ഉടനെ ശമൂവേൽ ഏലി പുരോഹിതൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യാ, നീ നമുക്ക് കൂപ്പിട്ടിരിക്കുന്നതാ, ടീ വല്ലതും കിടക്കുന്നതാ? അപ്പം അയ്യാ പറഞ്ഞടാ കുഞ്ഞെ, ഞാനിപ്പോൾ വളരെ ഷുഗറായിട്ട് കിടക്കുക. 1ാമത്തെ വിളി. 2ാമത്തെ വിളി ആയപ്പോൾ 10 മണിയായി. 10 മണിയായപ്പോൾ ശമൂവേൽ എന്നപ്പോൾ ചോദിച്ചു, ഉപദേശി എന്നെ വിളിച്ചായിരുന്നു? ഉപദേശി പറഞ്ഞു, മിണ്ടിപ്പോവരുത്. സ്വോത്രം. ഞാൻ ഇൻസുലിൻ എടുത്തിട്ട് മയങ്ങി കിടക്കുക. മിണ്ടരുത്. സ്വോത്രം. ഇനി നിന്നെ വിളിച്ചത് കർത്താവായിരിക്കും. 11 മണിക്ക് അടുത്ത വിളി വിളിച്ചു. അതാ എന്നെ ബൈബിളിൽ കരയിപ്പിച്ചത്. 3ാമത്തെ വിളി വിളിച്ചപ്പോൾ ശമൂവേൽ മുട്ടുമടക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, അച്ചായ അമ്മാമ്മയെ, ചെറുപ്പക്കാരാ ദൈവദാസനെ, അടിയൻ ഇതാ അരുളപ്പാട് തന്നാലും കരമുയർത്തുന്നവർക്കാൽ സ്വർഗത്തിൻ്റെ ശബ്ദം കേട്ട് താഴ്മയോടെ പ്രതികരിക്കുന്നവനെ രാജാക്കന്മാരുടെ നടുവിൽ അഭിഷേകം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുക്കും. ശമൂവേലിൻ്റെ പിൻപിൽ ഡോക്ടറേറ്റ് ഇല്ല. അവൻ പണം മേടിക്കുന്നവനുമല്ല. അവൻ ഈശായോട് ചോദിച്ചു, ഈശായി, അച്ചായ വേറെ പിള്ളേർ വല്ലതും ഉണ്ട്? അപ്പം പറഞ്ഞു, ഒരുവനുണ്ട്, ദാവീദുണ്ട്. അവൻ എവിടെ കിടക്കുക? അവൻ നമുക്ക് പേച്ചിപ്പാറ കുറച്ച് ആടുണ്ട്, അവൻ ആ പേച്ചിപ്പാറ ആടിനെ നോക്കിക്കൊണ്ട് കിടക്കുക. മനസ്സിലാകുന്നവർക്കായി. അപ്പം പറഞ്ഞു, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. എല്ലാവരും മനസ്സിലാക്കണം ആ കാര്യം. എന്ന് പ്രിനു പറഞ്ഞപ്പോൾ അകം കത്തുവാൻ തുടങ്ങി. എന്താ അവൻ്റെ പ്രത്യേകത? 8ാമത് വരുന്നത് അൺവാണ്ടഡ് ചൈൽഡ്. പഴയ നിയമത്തിൻ്റെ ഇസ്രായേലിൻ്റെ സംഖ്യ 7ആണ്. അനുഗ്രഹം. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 7ൻ്റെ പുസ്തകം. അതിനോടനുബന്ധിച്ച് വരുന്നത് FAC ലേഖനം 7 കഴിഞ്ഞത് അൺവാണ്ടഡാ. അവനിവിടെ പള്ളികൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആറാട്ടുകുടി UKFിൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ടില്ല. പാവപ്പെട്ട കുഞ്ഞവിടെ ആടിൻ്റെ കൂടെ എവിടെ കിടക്കുകയാണെന്നറിയാമോ? പേച്ചിപ്പാറ കിടക്കുക. 2 കാര്യം അവൻ്റെ പിൻപിലുണ്ടായിരുന്നു. 1, അവൻ കരുത്തെ തട്ടി കർത്തർക്ക് മഹിമ കൊടുത്തു. മനസ്സിലാകുന്നവർക്കായി. 2, 1ാമത്തെ കാര്യം, ദൈവം ഒരുത്തനെ ഉയർത്തണമെങ്കിൽ അവൻ മഹിമയുടെ വല്ലഭനായി കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. 2,
ഒരുവനെ ദൈവം ഉയർത്തണമെങ്കിൽ അപ്പൻ്റെ ആടുകളെ പിടിക്കുവാൻ വന്ന വന്യമൃഗത്തെ തകർക്കുവാൻ അവൻ്റെ മേൽ ഒന്നുണ്ടായിരുന്നു, അതിൻ്റെ പേര് അഭിഷേകം. ഇന്ന് രാത്രി അടിമതുകങ്ങളെ തകർക്കുവാൻ, രാജാക്കന്മാരുടെ സിംഹാസനങ്ങളിൽ നിന്നെ ഇരുത്തുവാൻ അഭിഷേകമുള്ളവൻ അധിക നാള് കാട്ടിനകത്ത് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി, ഇന്ന് രാത്രി ശമൂവേലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ഏലിയുടെ മക്കളുടെ കാര്യം പറഞ്ഞ് ഇന്നത്തെ പിള്ളേരുടെ കണക്കായി അവന്മാർ കഞ്ചാവ് അടിച്ച്, മയക്കുമരുന്ന് അടിച്ച്, MDMA അടിച്ചു, പാറശാലയിലെ ജോൺസൺ ബേക്കറി ചിക്കൻ സാൻഡ്വിച്ചും മേടിച്ച് എവിടെ പോയിരിക്കുകയാണെന്നറിയാമോ? അവന്മാർ ഊരമ്പി ചൂണ്ടയിടാൻ പോയിരിക്കുക. സ്വോത്ര യവനെയെല്ലാം ദൈവം ന്യായം വിധിക്കും. സ്വോത്ര ഏലിയുടെ മക്കളാ ഹോബനിയും പിനഹാസും ആലയത്തിനകത്ത് പണവും കട്ടുകെടുത്തുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കാതെ അൽപകാമും കുഴിമന്തിയും തിന്ന് കള്ളും കുടിച്ച് നടക്കുന്ന ഏത് വേലക്കാരൻ്റെ മക്കളായാലും നിന്നെ അടിക്കാൻ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ട്. അതുകൊണ്ട് തലമുറകൾ, ദൈവദാസന്മാരുടെ തലമുറകൾ, ഞാനടക്കം പ്രതികളാ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം പ്രതികളാ, ദൈവദാസന്മാർ ഞങ്ങൾ പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. ഞങ്ങൾ ഉയർത്തിയ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കാതെ ലോകത്തിൻ്റെ ഭോഗങ്ങൾക്കകത്ത് നമ്മുടെ തലമുറകൾ പോകരുത്. ദൈവദാസന്മാർ ഇരുട്ടിൽ നിന്ന് കരയേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഏലിയുടെ മക്കൾ രണ്ടുപേരും പോയി, ഹോബനി ഫിനെഹാസ്. ബൈബിളിനകത്ത് ആ ഒരു ഭാഗം എങ്ങനെയുണ്ട്? വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ദൈവാലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്ത പുരോഹിതന്റെ മക്കൾ ദൈവത്തിന്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട് ലോകത്തിന്റെ ഭോഗം കയറിയപ്പോൾ സഭയിലിരുന്ന പൊന്മള്ളി പാത്രവും പണവും എടുത്ത് ലോകത്തിന് വിധമല്ലാത്തതെല്ലാം അവന്റെ അകത്ത് കയറിയപ്പോൾ അവന്മാരെല്ലാം വഴിയരികെ വെച്ചു പട്ടുപോയി. മനസ്സിലാകുന്നവർക്കാൽ. എന്നാൽ ആലയത്തിനകത്ത് രാവും പകലും മുട്ടുമടക്കി ആരാധിച്ചവനെ ഇസ്രയേലിന്റെ പ്രവാചകനാക്കുവാൻ ശമൂവേലിന്റെ പിൻപിൽ ഒരു കരമിറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ചുന്നു. അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി പടപട ആര് വന്നു? അവന്റെ നിറം നോക്കരുത്, മണം നോക്കരുത്, ഗുണം നോക്കരുത്. കാട്ടിനകത്ത് കരമടിച്ചവനെ ഇസ്രയേലിന്റെ രണ്ടാമത് രാജാവാക്കി. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ കാട്ടിനകത്ത് കിടന്നാൽ, വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ, വാഗ്ദത്തമുള്ളവൻ സിംഹക്കുടിക്കകത്ത് കിടന്നാൽ, വാഗ്ദത്തമുള്ളവൻ പോട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ, അവന്റെ വാഗ്ദത്തം നിവർത്തിച്ച് കാണുന്നത് വരെ അവന്റെ കണ്ണുകൾ അടയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടുത്തെ ആധാറിനകത്ത് പേരില്ല, അവന്റെ ഇവിടുത്തെ സ്കൂളിനകത്ത് ലിസ്റ്റിനകത്തില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. നാട്ടുകാർ പറയും, ചെറുപ്പക്കാരൻ നീ പുറത്തു വരത്തില്ല. അമ്മച്ചി പിശാച് മന്ത്രവാദി പറയും, നിന്റെ തലമുറകൾ പുറത്തു വരത്തില്ല. ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിച്ചടക്കുവാൻ, രാജ്യങ്ങളെ നേടുവാൻ ഇന്ന് രാത്രി ആത്മാവിൽ ആര് ദൂതേറ്റെടുക്കുക? എല്ലാ കാലത്തും പേച്ചുപാറ കടക്കാനല്ല ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. കരമുയർത്തുന്നവർക്കായി അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ഇന്ന് രാത്രി ഒരു തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് നടക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 7 എണ്ണത്തിന് വേണ്ട അഭിഷേകമുള്ള ഒരുവൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരെ, അധിക ദിവസം നിന്റെ തലമുറ കാട്ടിനകത്ത് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ലോകം പറയൂ നിന്റെ തലമുറ പുറത്തു വരത്തില്ല, പിശാച് പറയും നിന്റെ തലമുറ പുറത്തു വരത്തില്ല, മന്ത്രവാദി പറയും നിന്റെ തലമുറ പുറത്തു വരത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കരം ഉയർത്തിപ്പെടണം. ആരൊക്കെ എനിക്കെതിരെ മതിൽ കെട്ടിയാലും, ആരാധിക്കുന്ന എന്റെ തലമുറകൾക്കെതിരെ മതിൽ കെട്ടിയാലും അവൻ പുറത്തു വരത്തില്ലെന്ന് രേഖ എഴുതിയാലും, ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവത് ഇറവ് ഇന്ന് രാത്രി പറ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കാം, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. പഠിക്കുന്ന കുഞ്ഞ് ചെറുപ്പക്കാരെ ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ തള്ളിക്കളയും, ചേട്ടന്മാർ തള്ളിക്കളയും. എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ ഏത് കാട്ടിനകത്ത് കിടന്നാലും അവനെ ഇസ്രയേലിന്റെ രാജാവാക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. 2025 മാർച്ച് മാസത്തെ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുവാ. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded the first day convention. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പുറത്തു വരാത്തത് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാ. ഈ വചനം പ്രസംഗിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഈ രാത്രി ചില തലമുറകളിലേക്ക് പകരുന്ന രാത്രിയാകട്ടെ. പട്ടണങ്ങൾ പിടിച്ചടക്കാൻ, ലോക രാജ്യങ്ങൾ പിടിച്ചടക്കുക, യേശുവിന്റെ സുവിശേഷം പറയുക, അഭിഷേകത്തോടെ സ്റ്റേജിനകത്ത് ദാവീദെ പോലെ നൃത്തം ചെയ്യുക. ചില കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി, ചില വാലിബരെ ഈ
പക്ഷനകത്ത് സ്വർഗം ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ചെറുപ്പക്കാരിന്ന് രാത്രി കരമുയർത്ത് നീ രഹസ്യമായി കരമടിച്ച് ആരാധിക്കുന്നുവെങ്കിൽ അധിക ദിവസം പാളുകൾ കടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പിൻപിൽ കസേരകൾ ഒരുക്കിക്കൊണ്ട് അന്തപുരങ്ങൾക്കകത്ത് നിന്റെ തലമുറകളെ കൊണ്ടുവരുവാ. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങട്ടെ. പെണ്ണു പറഞ്ഞപ്പോൾ ഉള്ള കത്തെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, യഹോവ എന്നെ ചേർത്തുകൊള്ളു. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവത് ഇറവ് ഈ ഗ്രൗണ്ടിനകത്ത് പറയണം, അമ്മേ യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പച്ചാ കരം ഉയർത്തിയാട്ടെ, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഓ പാറശാലയിലും നിർമ്മൽ കൃഷ്ണ പൊട്ടട്ടെ, എനിക്കൊരു ഭാരവും വരത്തില്ല. പച്ചയായ പുൽപ്പുറം ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ രക്തമഴ പെയ്യട്ടെ, കഴിഞ്ഞ ദിവസം ദൈവാനിൽ പെയ്തതുപോലെ. എന്നാലും എൻ്റെ കിണറ്റിനകത്ത് ഒരു തുള്ളി വെള്ളം തരുന്നവനാ, സ്വസ്ഥതയുള്ള വെള്ളം തരുന്നവനാ എൻ്റെ ദൈവം. ഇവിടെ സൂര്യൻ ഈ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങട്ടെ, പത്രവാർത്ത അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഇറങ്ങട്ടെ, രാജ്യങ്ങളോട് എതിർക്കട്ടെ, എനിക്കൊരു ഭാരവുമില്ല. കൂരിരിൽ താഴ്വരെ കൂടെ ഞാൻ കടന്നു പോയാൽ അവൻ്റെ കരം എന്നെ പിടിച്ചു നടത്തി. കൺവെൻഷൻ കൂട്ടങ്ങളിനകത്ത് ഒരുപക്ഷെ കടഭാരം കാണും, ഒരുപക്ഷെ സാമ്പത്തിക ബാധ്യതകൾ കാണും, ഒരുപക്ഷെ ബാങ്കുകാർ ഫോൺ ചെയ്യും, കൊള്ള പലിശക്കാരൻ നിന്നെ ഭീഷണിപ്പെടുത്തും. എന്നാൽ ഇന്ന് രാത്രി പറയണം, വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്ന പരാജയത്തോടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി നീ പോകരുത്. ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയതുപോലെ വാഗ്ദത്തമുള്ളവൻ അധിക ദിവസം വനാന്തരത്തിനകത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെയെങ്കിൽ യോഹന്നാനെ നാട് കടത്തുന്നത് ഗ്രീസിലെ ഏതൻസ് പത്മോസിനകത്ത് കാണുന്ന ദിവ്യ ദർശനമാ വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടി അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുള്ളിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യനന്ത്യൻ ആൽഫാ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോലൻ കൈവശ. അവൻ കണ്ടത്, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ള 7 നക്ഷത്രങ്ങൾ നിന്റെ വലങ്കയിൽ. 7 പൊൻനിലവിളക്കുകൾക്ക് വേണ്ടിയുള്ള ദൂത. വെളിപ്പാട് 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. കർത്താവിൻ്റെ ദാസൻ വായിച്ചു തുടങ്ങി. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. അത് മേലാൽ സംഭവിക്കാനുള്ളത് പ്രസന്റ്, ഫാസ്റ്റ്, ഫ്യൂച്ചർ. ഇംഗ്ലീഷിൽ വി ആർ ഗിവിംഗ് എ ഡെഫിനിഷൻ ഫോർ ഇംഗ്ലീഷ്. ഫാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. കണ്ട കാലം, നിന്ന കാലം, വരുന്ന കാലം. ഇതിനകത്ത് എന്ത് സംഭവിക്കും? കടക്കാം വിശുദ്ധ ബൈബിളിലേക്ക്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. വിശുദ്ധ ബൈബിൾ 10 യുഗങ്ങൾ, 10 ഡിസ്പെൻസേഷൻസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കല്പയുഗം, 6 കൃപായുഗം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗത്തിന് ശേഷം 4 യുഗങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. 1 3.5 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണം, അടുത്തത് 3.5 വർഷം വീണ്ടും മഹോപദ്രവത്തിന്റെ കാലം. 1000 ആണ്ട് വാഴ്ച ഇവിടെ ഉണ്ട് ഭൂമിയിൽ, ഒരു രാജാവ് നീതിയോടെ. അത് കഴിഞ്ഞ നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ സ്ലോയിൽ പോകും. കൃപായുഗത്തിൽ 1ാമത്തെ സംഭവം നടക്കും. ശ്രദ്ധയോടെ ഇരിക്കണേ. ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഏതാ ദൈവസഭ? IPC ആണോ, ചർച്ച് ഓഫ് ഗോഡ് ആണോ, സിയോൻ പെന്തക്കോസ് ആണോ, അല്ലെങ്കിൽ കൃപാസനമാണോ, CSI ആണോ, കത്തോലിക്കയാണോ? ഇതൊന്നുമല്ല ദൈവസഭ. ദൈവസഭയുടെ പ്രത്യേകത, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൻ്റെ പേരാ ദൈവസഭ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവരെ ചേർക്കാൻ കർത്താവ് വരും. കൊടബിളാകം കൺവെൻഷൻ ഇന്ന് യൂട്യൂബിൽ ഓടുന്നുണ്ട്. അത് പ്രസംഗിച്ചിട്ട് വളരെ നാളുകളായി. വിജയമണ്ണ കൺവെൻഷൻ, റഷ്യ ഉക്രൈൻ ഞാൻ പ്രസംഗിച്ചു പോയത്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എവിടെ എത്തും? ശ്രദ്ധയോടെ ഇരിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ ബൈബിൾ കൂടെ കൃപായുഗം കഴിഞ്ഞാൽ ഒരു 3ാം ലോകമഹായുദ്ധം ഇവിടെ വരും. എസെക്കിയേൽ 39:2 നിങ്ങളുടെ ബൈബിൾ കൂടെ. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ആരായി ഗോഗ്? പണ്ടൊരപ്പച്ചനുണ്ടായത് കള്ളു കുടിച്ച് ദൈവസന്ധിയിൽ പട്ടുപോയ നോഗ. നോഗയുടെ 3 തലമുറകൾ, ശേം, ഹാം, യാഫേത്ത്. ബൈബിൾ കൂടെ ഉൽപ്പത്തി 10. അതിനകത്ത് യാഫേത്തിന്റെ തലമുറയാ മാഗോഗ്, താതായി, യൂബാൽ. മാഗോഗിനകത്ത് 5 കുള്ളന്മാരുണ്ട്. അതിലൊന്നാ കൊറിയ, 2 തൈവാൻ, 3 ജപ്പാൻ, 4 ചൈന, 5 റഷ്യ. ഇവിടെ പാറശാല, കറിയാച്ചൻ, തോമാച്ചൻ, കുഞ്ഞച്ചൻ, പൊന്നച്ചൻ, മത്തായിച്ചൻ. സ്വോത്രം. അതിലൊരുത്ത മതിൽ ചാടിയവനായി റഷ്യ. മാഗോഗിൽ നിന്ന് മതിൽ ചാടിയവനാ ഗോഗ്. ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് രോസ് റഷ്യ, മേശക്ക് മോസ്കോ, ടൂബൽ ടുബാസ്കോ എന്നിവയുടെ തലവനായ റഷ്യ, ഞാൻ നിനക്ക് വിരോധം. അതാ കൊടബിളാകം കൺവെൻഷൻ ഇപ്പോഴും ഓൺലൈനിൽ ഓടുന്നുണ്ട്. ഞാൻ നിനക്ക് വിരോധമായി കഴിഞ്ഞ 3 വർഷമായി ഈ യുദ്ധം ഇവിടെ നടക്കുന്നു. ഞാൻ നിന്നെ താടിയല്ലിൽ, ഈ റൂട്ട് മാറ്റ്, താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി 6-1 പാറശാലയിൽ നിന്ന് കഴിവൻതിട്ട വഴി കുടിത്തറ മാർത്താണ്ട് ഡയറക്റ്റ് പോകാതെ വണ്ടി കട്ട് ചെയ്യുന്ന പോലെ ഞാൻ വഴിതെറ്റിക്കും. 6 രാജ്യങ്ങൾ കൂടി കടത്തും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ,
തുർക്കമെനിസ്ഥാൻ, അസൈർബൈജാൻ, ഉക്രൈൻ, ആറാമത്തെ രാജ്യത്തിൽ കൂടെ നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിക്കും. അതാ ഇന്നത്തെ മനുഷ്യരെ പച്ചയ്ക്ക് വെടിവെച്ചു കൊല്ലുന്ന സിറിയയിൽ കൂടി ഞാൻ ഇസ്രായേൽ പർവ്വതനിരകളിലെത്തും. അതാ മൂന്നാം ലോക മഹായുദ്ധം. അതിനോടനുബന്ധിച്ച് കൊടബിളാകം കൺവെൻഷൻ കഴിഞ്ഞെങ്കിലും ഈ ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ ഹമാസ് സംഘടന, അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വന്നു. കേട്ടാട്ടെ, ട്രംപ് വന്നപ്പോൾ പലസ്തീൻ്റെ ഹമാസിൻ്റെ നേതാക്കൾ ചെന്ന് റഷ്യയുടെ കൊട്ടാരത്തിൽ പറയും, സാറേ നീ ഞങ്ങളെ ഇനി നയിക്കണം. കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാമത്തെ സംഭവം, ഈ ട്രംപിൻ്റെ വരവിനോടനുബന്ധിച്ച് ഇന്നത്തെ പലസ്തീൻ്റെ നേതാവ് മഹ്മൂദ് അബ്ബാസ് അദ്ദേഹം ചെന്ന് റഷ്യയുടെ നേതാവിനോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. ഇതൊക്കെയാണ് നമ്മുടെ ബൈബിൾ. കാനാവില കല്യാണമല്ല, ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ. എസെക്കിയേൽ 38:7. അതുകൊണ്ടാണ് ഞാൻ എല്ലാം വായിപ്പിക്കാത്തത്. നിങ്ങൾ കൂടെ നീ അവർക്ക് മേധാവിയായി തീരും. കമ്മിങ് ഓൺ ഡേയ്സ് 2024, the election is running on America. The president of 47th president of Mr. Trump is come to America. Two major leaders going to Russia. Number one, the Hamas leader. The second one, the Palestine Authority President Mahmoud Abbas giving a referendum to Russian President Mikhail Gorbachev. കൊടുത്തിട്ട് പറഞ്ഞു, നീ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് മേധാവിയായിരിക്കണം. അതാണ് നമ്മുടെ ബൈബിൾ. എസെക്കിയേൽ 38:8. നീ അവർക്ക് മേധാവിയായി തീരും. ഈ യുദ്ധം ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. റഷ്യയെ എവിടെ വെച്ച് നീ സന്ദർശിക്കപ്പെടും? വാളിനൊഴിഞ്ഞു പോയ പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തെ കൊടുക്കം നീ വന്നു ചേരും. അതാ അറബി ഒട്ടകമോടിച്ച് മൂങ്ങ 1948 മെയ് 14 വരെ ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിര. ആ യുദ്ധം അന്തിമ യുദ്ധം. എന്നാൽ അതാരംഭിക്കുന്നതിന് മുമ്പ് പള്ളികളിൽ ഒരു സംഭവം നടക്ക്. ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും, കരമുയർത്തുന്നവർക്കായി. ഇതൊക്കെ അന്തിമ യുദ്ധങ്ങൾ. അത് കഴിഞ്ഞാൽ ഈ ലോകം ഒരുവൻ ഭരിക്കണം. ഇനി അമേരിക്കയിലേക്ക് പോകുന്നു. എന്താ ലോകം ഒരുവൻ ഭരിക്കണം? എല്ലാവരും കേട്ടാട്ടെ, പറഞ്ഞു തരാം. ഒന്നാം ലോക മഹായുദ്ധം. അന്ന് ഒരു സംഘടന വന്നു, 5.5 ലക്ഷം പേർ മരിച്ചു. ആ സംഘടനയുടെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, തമിഴ്നാട്, കേരളം. രണ്ടാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. ഒരു സംഘടന വന്ന്, അതിന്നുമുണ്ട് യുണൈറ്റഡ് നേഷൻസ്. അതിൻ്റെ നേതാവിൻ്റെ പേര് അന്തോണീസ് ഗുട്ടറാസ്. നമ്മുടെ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഉലകത്തിൽ നടന്നു. ശ്രദ്ധയോടെ, വളരെ താഴ്മയോടെ. 2023 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോൾ അവർ പറഞ്ഞു, ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുത്താൽ നന്നായിരുന്നു. ഭക്ഷണം, മരുന്ന്, ബാങ്ക് അക്കൗണ്ട്, എതിർ ക്രിസ്തുവിന് വരവേൽക്കുന്നവർ. രണ്ടാമത്തെ സംഭവം, 2024 ഏപ്രിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു. 7000 കോടി. ആ മന്ദിർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ചാനലുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, മോഡിജി ഇതർ അബുദാബി മേ മന്ദിർ കോൾനെ കട്ടായി മേക്ക് നയാ ബാത്ത് ബത്താനാ ചാഹിയെ. ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നല്ല വാക്ക് എന്ന് പറയണം. അപ്പോൾ മോഡിജി പറഞ്ഞു, ഭായിയോ ബഹനോ, ये सुनना मंदा अपना दुनिया शांति समाधान मिलने के लिए एक आदमी हुकूमत में या कुर्सी में बैठना चाहिए. നമ്മുടെ ലോകത്തിന് ശാന്തി സമാധാനവും ബർക്കത്തും കിട്ടണമെങ്കിൽ ഒരുവൻ അതിനകത്തിരിക്കണം. അടുത്തത് 2024. എല്ലാവരും കേൾക്കണം, ഇത് കർത്താവിൻ്റെ വരവിൻ്റെ സംഭവങ്ങളാണ്. 2024 ഏറ്റവും നിർണായകമായ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? ഏറ്റവും നിർണായകമായ ഒരു ഉച്ചകോടി ഉണ്ടായി. ആ ഉച്ചകോടിയുടെ പേര് ബ്രിക്സ് ഉച്ചകോടി. കഴിഞ്ഞ നവംബറിൽ ആ ഉച്ചകോടിയിൽ 3 നേതാക്കൾ ഒരുമിച്ച്. എല്ലാവരും കേൾക്കണം. 1 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 ചൈനയുടെ ഷീ ജിൻപിങ്, 3 കൊറിയയുടെ കിം ജോങ്. അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങൾ പലസ്തീൻ്റെ കൂടെ. പിന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞു, ഒരുവൻ്റെ കയ്യിൽ ലോകം കൊടുക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്താ? വരിക ആ എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണം. അത് കണ്ടപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറും ഈ കൺവെൻഷന് പകുതി കൈ ഉയർത്തി. അത് ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ട്രംപ് മുതലമച്ചറായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മോഡി സാറിനെ വിളിച്ചില്ല. പിന്നെ ജയശങ്കർ അങ്ങ് ചെന്നിരിക്കുന്നത് ടീ എല്ലാം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം മോഡി സാർ അമേരിക്കയിൽ പോയി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണ്. അതിനോടനുബന്ധിച്ച് 2024 ഡിസംബർ മാസത്തിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എല്ലാവരെയും വിളിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, ശിവഗിരി മഠാധിപതി, അത് കഴിഞ്ഞിട്ട് പാണക്കാട് കൈതർലി ശിഖാബ്ദങ്ങൾ, കർണാടകയുടെ സ്പീക്കർ TU ഖാദർ, എല്ലാം വത്തിക്കാനിൽ. ഇനി ഞാൻ പള്ളികൾ വന്നില്ലെങ്കിൽ കേരളത്തിലൊരു മഠമുണ്ട്, ശിവഗിരി മഠം ആലുവയിലുണ്ട്. അവിടെ ഇപ്പോൾ വത്തിക്കാൻ പറയുന്ന സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. ഒരു ഗവൺമെൻറ്, ഒരു ഭരണം. 5ാമത്തെ സംഭവം, പല മലയാള പത്രങ്ങളിൽ, ചിലരിവിടെ മലയാള പത്രം വായിക്കുന്നവരുണ്ട്. 2025 ജനുവരി മാസം 20
24 മലയാള മനോരമയിൽ ഒരു നല്ല വാർത്ത വന്നു. 3-ാമത്തെ പേജ്, അതിരുകളില്ലാത്ത ലോകം. മലയാളം മനസ്സിലാകുന്നവർക്കായി ജനുവരി മാസം 24 മലയാള മനോരമ തൂക്കി വയ്ക്കാത്ത എവിടെങ്കിലും ഉണ്ടേ നോക്കണം. അതിരുകളില്ലാത്ത ലോകം. UN നേതൃത്വത്തിൽ 119 രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കൂടിയിട്ട് പറഞ്ഞു, വി ആർ ഗിവിങ് എ ഗിഫ്റ്റ് ടു ന്യൂ ജനറേഷൻ. പുതിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് തരുന്നു. ഒരു ഗവൺമെന്റ്, ഒരു ഭരണകൂടം, ഒരു മൈക്രോചിപ്പ്, ഗേറ്റ് വേണ്ട, മതിൽ വേണ്ട, അതിരുകളില്ലാത്ത ലോകം. അതിന് വിളിക്കുന്ന നിങ്ങളുടെ മൊബൈലിനകത്ത് എഴുതിയിട്ടുണ്ട് ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെടും. 1, 3-ാം ലോകമകായിത്തം കഴിഞ്ഞാൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരും. അവൻ വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? കുഞ്ഞ് വായിച്ചു തുടങ്ങിയാട്ട് ഒരുവൻ ലോകത്തിൽ വരുമോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വെളിപ്പാട് ദീർഘദർശി, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 1 and 2 വായിച്ചിട്ട് മുന്നേ വെളിപ്പാട് 13:1. 10 കൊമ്പും അപ്പോൾ 10 കൊമ്പ്, 7 തലയും. ഈ 10 കൊമ്പ യൂറോപ്യൻ യൂണിയൻ. എല്ലാവരും അവിടെ നിന്ന് നിന്നാട്ട് യൂറോപ്യൻ യൂണിയൻ 12 രാജ്യങ്ങൾ, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ഇന്ന് പോയി. അതിൻ്റെ പേര് ബ്രെക്സിറ്റ്. ഇനി 11 രാജ്യങ്ങൾ. ഒന്നുകൂടെ പോയാൽ എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ 10 കൊമ്പ് 7 തല. ഇറ്റലിയുടെ ടൈബർ നദീതീരം, അവിടെ 7 മലകൾ, ക്യാപിറ്റോളിൻ, ബാലിറ്റേലിയൻ, അവൻഡേൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അവിടെ ആ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനിരിക്കുന്നത് അദ്ദേഹം ഒന്നുമല്ല, അന്തിക്രിസ്തു. വഴികൾ ഒരുക്കും. അടുത്ത വാക്ക്, കൊമ്പുകളിൽ കൊമ്പുകളിൽ 10 രാജമുടിയും. കൊമ്പുകളിൽ 10 രാജമുടിയും. തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം. ദൂഷണനാമങ്ങളിൽ 10 രാജമുടി. കേരളത്തിലെ ഭരണസഖാവ് പിണറായി ഒറ്റയ്ക്കല്ല, അനവധി മന്ത്രിമാർ. തമിഴ്നാടിൽ മുതലமைச்சർ സ്റ്റാലിൻ, അദ്ദേഹം ഒറ്റയ്ക്കല്ല, അനവധി മുതലமைச்சരുടെ കൂടെ മന്ത്രിമാർ. അതുപോലെ ഈ 10 രാജമുടി, ദൂഷണനാമം. നിങ്ങൾക്ക് മനസ്സിലാകുവാൻ, എതിർക്രിസ്തു, തുമ്പുകെട്ടയിടയൻ, നാശയോഗ്യൻ, വരുമാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം, ചെറിയ കൊമ്പ്, ഇതെല്ലാം വരുന്നവന്റെ പേരാ. ദൂഷണനാമമുള്ള ഒരു മൃഗം. വായിച്ചിട്ട് മോനെ. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഭരണാധികാരി വരാൻ പോകുന്ന ഏക ലോക ഭരണ. മുൻപായിച്ചാട്ടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം. അതാ റോമാ സാമ്രാജ്യം മടങ്ങി വരും. പുള്ളിപ്പുലിയ, ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അടുത്തത്, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. കരടിക്കാലായ നമ്മുടെ ദാനിയേൽ പ്രവചനം, ദാര്യാവേശും കോരശും. ആ ദാര്യാവേശും കോരശ കാലത്ത് 3 അവന്മാരുടെ വാരിയല് വായിലുണ്ടായിരുന്നു. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. യവന്മാരെല്ലാം അന്തിക്രിസ്തുവിന് പിന്തുണ കൊടുക്കും. അടുത്തത് മോൻ വായിച്ചാട്ടെ. വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. സിംഹമുഖമായി ഇറാഖിൽ പണ്ടൊരു തല വെട്ടുന്ന വീരനുണ്ടായിരുന്നു. അവന്റെ പേര് നിമ്രോദ്. അതുകൊണ്ടായി തല ഇറക്കുന്ന IS അവന്റെ കൊച്ചുമോനായിരുന്നു. കളിക്കാവളെ SI വിൻസെന്റിനെ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്ന എതിർക്രിസ്തുവിന്റെ മിലിറ്ററി, വരുമാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. അതിവിടെ തുടർ സമയം വെളിപ്പാട് പ്രസംഗിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ കളിക്കാവളെ കണ്ടതാ. ഇതൊക്കെ അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന് മഹാസർപ്പം. ആദ്യം ഏതന് കണ്ട കുഞ്ഞു പാമ്പ് ഇപ്പോൾ ഉലകത്തെ പിടിച്ചു. കേരളത്തിൽ തന്നെ മയക്കുമരുന്നിന്റെ കേന്ദ്രമായില്ലയോ? സ്വോത്രം പിടിയല്ലേ, വരിക മയക്കുമരുന്ന്, എല്ലായിടത്തും മയക്കുമരുന്ന്. അതിന് മഹാസർപ്പം, ഉലകത്തെ പാപത്തിന്റെ ദൃഷ്ടിയിലേക്ക് മനുഷ്യന്റെ കണ്ണുകളെ വിരാജിച്ചു കൊണ്ടുപോകുന്ന എതിർക്രിസ്തുവിന്റെ മൂർത്തി പാപത്തെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നു മഹാസർപ്പം, ഉലകത്തെ വാഴുന്ന മഹാസർപ്പം. അടുത്തത് വായിക്കാം. തന്റെ ശക്തിയും അധികാരവും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ പേരാ ഏകലോക ഭരണം. ഒരുവൻ ലോകം ഭരിക്കും. ഈ കൺവെൻഷന് നോട്ടീസ് അടിച്ചപ്പോൾ ഒരു വാക്ക് താണ്ട്, ഇതെല്ലാം ഓൺലൈനിൽ കുഞ്ഞുങ്ങൾ കൊടുത്തേക്കണം, കണ്ടാലും കണ്ടില്ലേലും പുതുതായിട്ട് കാണുന്നവർക്ക്. സ്വോത്രം. 1, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യ പോയി 27 കോടി മുസ്ലിം. അതിൻ്റെ ഇടയ്ക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം, അതിൻ്റെ ഇടയ്ക്ക് ഇസ്രയേൽ ഹമാസ്, ഒരു ദിവസത്തെ പത്രവാർത്ത. ഇതെല്ലാം കാണുന്നത് ഒരുവന്റെ കയ്യിൽ ഭരണം വരും. ഒരുവന്റെ കയ്യിൽ ഭരണം വന്നാൽ ഇനിയുള്ള കാര്യങ്ങൾ ബൈബിളിനകത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ സെമിനാരികളുണ്ട്. അപ്പം പലരും പഠിച്ചതായിരിക്കും. ബൈബിളിനകത്ത് 2 മേജർ പ്രവചനങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പത്മോസിന്റെ ഏകാന്തതയിൽ യോവാൻ അപ്പോസ്തലൻ കിടക്കുന്നു. പഴയ നിയമത്തിന്റെ 27ാമത്തെ പുസ്തകമാണ് ദാനിയേൽ. ബാബേലിന്റെ പ്രവാസത്തിനകത്ത് ഇറാഖിന്റെ ചീഫ് സെക്രട്ടറിയായി വിരാജിക്കേണ്ടവൻ, സിംഹക്കുടിയിൽ നിന്ന് പുറത്തു വന്നവൻ കിടക്കുന്നു. അവന് ദൈവം കൊടുത്തത് ദാനിയേൽ പ്രവചനം. അങ്ങനെയെങ്കിൽ ഈ ലോകം ഒരുവൻ ഭരിക്കുമോ? എന്തുകൊണ്ട് ലോകം ഒരുവൻ ഭരിക്കും? കാറ്റുകൾ പെരുമഴിയായിട്ടടിക്കുന്നു, മഹാവ്യാധി ഇവിടെ വരുന്നു, സാമ്പത്തിക മണ്ഡലം തകരുന്നു, നേതാക്കൾക്ക് സ്വസ്ഥത. ഇതെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ നേതാക്കൾ പറയുന്നു, ഒരങ്കിളിന്റെ ഈ ലോകം കൊടുത്താൽ നല്ലത്, അവനടുക്ക വാതിൽക്കൽ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിന്റെ അവസാനത്തിന് അടയാളം. യേശു പറഞ്ഞ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പുള്ളതായി. ഇന്ന് രാത്രി 7 രാജ്യങ്ങളുമായി ഇസ്രയേൽ, ഹമാസ് ഉണ്ട്, സിറിയ ഉണ്ട്, ലബനോണ്ട്, ഇറാനുണ്ട്, ടർക്കി ഉണ്ട്, യമനുണ്ട്, തൂത്തുപറകി അടിച്ചുകൊണ്ടിരിക്കുക. ഇത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരങ്കിൾ എഴുന്നേറ്റ് വരാൻ പോകുന്നു, അവനടുക്ക വാതിൽക്കൽ. എതിർക്രിസ്തു. വായിക്കാം.
വായിക്കാം ദാനിയേൽ പ്രവചനം, വരാൻ പോകുന്ന കാലം, ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികളും இந்த நாட்களிலே தானியேல் தீர்க்கதரிசியின் கடிதம் அதிகாரம் 8 வசனத்தை வாசிக்கிறது. 23, 24, 25 ഒരു വ്യക്തിക്കുള്ള ഉലകത്തിൻ ഭരണം വരുമോ? ദാനിയേൽ 8, 23, 24, 25 മുൻവായിച്ചാട്ടെ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ അന്ത്യകാലത്ത് വായിക്കാം, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന് വേണ്ടി ലോകം കാത്തിരിക്കുന്നു, ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്ത വാക്ക്, അവന്റെ അധികാരം വലുതായിരിക്കും. അവ ഇന്റർനെറ്റ് വഴി ലോകം ഭരിക്കും. പറ്റുമെങ്കിൽ ആ മൂന്നാം ദിവസം ഇന്റർനെറ്റ് നല്ലതുപോലെ അങ്ങ് പ്രസംഗിക്കുകയാണ്. ദണ്ട് കൊണ്ട് കോല് കൊണ്ട് മേയ്ക്കുവാൻ ഇന്റർനെറ്റ്. മൂന്നാം ദിവസം വെളിപ്പാടെടുക്കാം. ഇതുവരെ പ്രസംഗിക്കാത്ത വാർത്തകളെല്ലാം ഇപ്പം ഇന്റർനെറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആക്കി തരാം. അവസാന ദിവസം ഇന്റർനെറ്റിലേക്ക് പാകാം, കുഴപ്പമില്ല. വെളിപ്പാടിൽ തന്നെ ഉണ്ട്. അവനായി ലോകം മുഴുവൻ ഭരിക്കും. അടുത്തത് വായിച്ചിട്ട് മുന്നേ, അവന്റെ അധികാരം വലുതായിരിക്കും. അധികാരം വേൾഡിനെ മുഴുവൻ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരും. ലോകം വിരൽ തുമ്പിൽ, അതാ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. അതിനാസ്പദമായി ഇന്ന് വീട്ടിൽ ചെന്ന് വായിക്കണം. 2 ഇവിടുത്തെ സാറ്റലൈറ്റുകളെ യഹൂദൻ കൊണ്ടുപോയി. 1 റിലയൻസ് ജിയോ, 2 എയർടെൽ. അതിൻ്റെ സാറ്റലൈറ്റിൻ്റെ പേരാ സ്റ്റാർലിങ്ക്, യഹൂദൻ്റെ. ഇന്നത്തെ പത്രം വായിച്ചാൽ മതി. ലോകം ഒരു നെറ്റ്വർക്കിലേക്ക് പോകാൻ പോകുന്നു. അതിനാസ്പദമായി റിലയൻസ് ജിയോ ആരുമായിട്ട് നല്ല സ്പീഡ്, 5G ഒന്നും വേണ്ട, തൊട്ടാൽ പടപടാ കയറി വരും. റിലയൻസ് ജിയോ ആരുമായിട്ട്? എലോൺ മസ്ക്, ട്രംപിൻ്റെ വ്യവസായി, യഹൂദൻ്റെ തലവനുമായിട്ട്. ഇന്നത്തെ മനോരമയിലും എല്ലാ പത്രങ്ങളിലും ഉണ്ട്. 2 തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള എയർടെലും അവരുമായിട്ട് കരാർ ഒപ്പിട്ടു. BSNL സാറ്റലൈറ്റ് വേണ്ട, അവർ എടുക്കുന്നു യഹൂദൻ്റെ സാറ്റലൈറ്റ്. അതിൻ്റെ പേരാ സ്റ്റാർലിങ്ക്. അതാ എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റിലേക്ക് ലോകം ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് പോകാനുള്ള ആദ്യത്തെ തുടക്കമാ. ഇവിടുത്തെ 2 വൻകിട ടെലിഫോൺ കമ്പനികൾ യഹൂദനുമായിട്ട് കരാർ ഒപ്പുവെച്ചു. ഇന്നത്തെ നിങ്ങളുടെ പത്രത്തിൽ നോക്കിയാൽ മതി, വീട്ടിൽ ചെന്നാൽ മതി, ഓൺലൈനിൽ നോക്കിയാൽ മതി. റിലയൻസ് ജിയോ ഗീവിംഗ് എ കമ്മിറ്റ്മെന്റ് വിത്ത് എലോൺ മസ്ക് അഥവാ Neuralink International Satellite Starlink, the Airtel operated by Indian ടെലിഗ്രാഫിക് സർവീസ് അനുമതി കൊടുത്തു. അവരും ആരുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നു? ദാ എലോൺ മസ്കുമായിട്ട്. അതിവേഗ ഇന്റർനെറ്റ് ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം. അടുത്ത വാക്ക് വായിച്ചിട്ട് മനെ, സ്വന്തം ശക്തിയാലല്ല, പിശാചിനെല്ലാം ശക്തി കൊടുക്കും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി വരാൻ പോകുന്നു. അതിന്റെ ഒന്നാമത്തെ ഭാഗം, He will take it the land order. എല്ലാവരും കേൾക്കണം. വളരെ സമാനതയുടെ ചിന്തയിലേക്ക് 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇടവേള, ബാക്കി പിന്നെ ഇടവേളയ്ക്ക് ശേഷം. എന്ന് രാത്രി എന്താ? ഒരുവൻ ഭരണത്തിൽ വന്നാൽ നിയമത്തെ കയ്യിലെടുക്കുക. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി, അദ്ദേഹം മാറിയപ്പോൾ പ്രിയപ്പെട്ട പിണറായി വിജയൻ വന്ന് പോലീസ് മേധാവികളെ മാറ്റി, സർക്കാരിൻ്റെ ലീഡർമാരെ മാറ്റി, കളക്ടർമാരെ മാറ്റി. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, അദ്ദേഹം ഭരണത്തിൽ വരുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് ആയിരുന്നു. നരേന്ദ്രമോദി സാർ വന്നപ്പോൾ ഗവർണർമാരെ മാറ്റി, കരസേന, വായുസേന, വ്യോമസേന മുഴുവൻ നേതാക്കളെ മാറ്റിയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്കും. He will take in the land order. ഇതാണ് നാം പോകാൻ പോകുന്നത്. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലേക്ക്. എന്താ തീക്കാറ്റ്! ഇന്ന് രാത്രി നാട്ടുകാർക്ക് വീട്ടുകാർക്ക് എല്ലാം കേൾക്കാം. ഇനി ബൈബിളിലേക്ക്, ചെറിയ ചിന്തകളിലേക്ക് പെടപെടാ. സൺഡേ ക്ലാസ്സിലെ പോലെ അധ്യായം 1 ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാടും ശൂന്യവും ഇരുൾ ഭൂതലത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിന് ബൈബിൾ മൂലഭാഷ കാസ്മോസ്. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് സയന്റിഫിക് മെത്തേഡ് വി ആർ സേയിങ് യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എവിടെ? ഇറാഖിന്റെ വടക്കേറ്റ്. എല്ലാവരും കേട്ടാട്ടെ. എത്യോപ്യ. അവിടുന്ന് 6 ഘടകം ദൈവം എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. പല ഉപദേശിമാരും പല ആൾക്കാരും പറയാറുണ്ട് മണ്ണിൽ നിന്നാ മനുഷ്യനെ മെനഞ്ഞെന്ന്. തെറ്റേ. ഈ തിരുവനന്തപുരം ജില്ലയിൽ 2 സ്ഥലമുണ്ട്. ഒന്ന് നമ്മുടെ പാലിയോട്, അതിനോട് ചേർന്ന് മറ്റൊരു സ്ഥലമുണ്ട് പിന്നെ ആലത്തൂർ. ഇവിടെ എല്ലാം പാറ നല്ല ഉള്ളു. പെരുങ്കടവിള, ആലത്തൂർ, പാലിയോട്. പാറയെന്ന് കാണും. മനുഷ്യനെ മെനയാൻ പറ്റും മക്കളെ? നടക്കത്തില്ല. ഒരു മണ്ണിനകത്ത് നല്ല മനുഷ്യനെ മെനഞ്ഞ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മണ്ണിനകത്ത് 17 മൂലകമുണ്ട്. അതിൽ കട്ടിയുള്ള മൂലകം പൊറോക്സോൺ. അങ്ങനെയെങ്കിൽ പാറ കൊണ്ട് വീട് കെട്ടാൻ പറ്റത്തില്ല. പാറ പൊടിച്ച പൊടി കൊണ്ടാണ് സാൻഡ്, അല്ലെങ്കിൽ പൊടി കൊണ്ട് കിട്ടുന്ന പോലെ മണ്ണ് പൊടിയുമ്പോൾ കിട്ടുന്ന സാധനത്തിൻ്റെ പൊടി പേരാ പൊടി. 17 മൂലകം. പൊടിയെങ്കിൽ ബൈബിളിനകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടിയിൽ നിന്നാണോ? റഫറൻസ്
നിങ്ങൾ കൂടെ കുഞ്ഞു വായിക്കത്തില്ല. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. മൂന്നാമത്തെ റെഫറൻസ് ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുതേക്കും. നാളെ അഹരോന്റെ മരണം കാണുമ്പോൾ മോശ ഉപദേശി ഒരു സങ്കീർത്തനം എഴുതി. ആരും വായിക്കത്തില്ല. സങ്കീർത്തനം 90 നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ മർത്യന മണ്ണിലേക്കെന്നല്ല മർത്യന പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. അതിൻ്റെ താഴെ ഒരു വാചകമുണ്ട്, ഒരു ഉപദേശി ഒരച്ഛനും വായിക്കത്തില്ല. ആ സമയത്ത് പിന്നെ വാക്യത്തിൻ്റെ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ആയുഷ്കാലം 70, ബാക്കി ആരും മിണ്ടുന്നില്ല, ഏറെ ആയാൽ 80. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഉപദേശിമാർ വായിക്കത്തില്ല, ഭാര്യമാരെ കൊടുക്കും, പോകുന്ന അവൾ പോട്ട് വേറെ കല്യാണം ഞാൻ കഴിച്ചോളാം. മനസ്സിലാക്കുന്നവർക്കായി ഒറ്റ ഉപദേശിമാർ ഒറ്റ വീട്ടിലും വായിക്കാത്ത ബാക്കി അച്ഛന്മാർ ഞങ്ങളുടെ ആയുഷ്കാലം 70, 80. ഇനി ആ ബൈബിളും സയൻസും നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യന് സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും ജീവശാസ്ത്രത്തിലും ആദമിൻ്റെ മുഖത്തേക്ക് സ്വർഗശബ്ദം ഇറങ്ങി. ആദമിൻ്റെ നാസാരന്ധ്രങ്ങളിനകത്ത് സ്വർഗത്തിൻ്റെ ശ്വാസം ഇറങ്ങി. മകനെ മകളെ ആദമിൻ്റെ കാല് ചലിക്കാൻ തുടങ്ങി, കണ്ണ് തുറക്കാൻ തുടങ്ങി, തലമുടി അനങ്ങാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ 4 അറകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി, രക്തമോട്ടം തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പളുകൾ പറയാൻ കഴിയും, ഞങ്ങളുടെ ദൈവ സാധാരണ ദൈവമല്ല, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പളുകൾ പറയാം, മഹാദൈവം. ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് ആര് വചനം ഏറ്റെടുക്കും? ഇന്ന് രാത്രി നിന്റെ കിഡ്നിയുടെ ക്രിയാറ്റിൻ്റെ കൗണ്ടുകളെ മാറ്റുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തനാ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ ആൻജിയോഗ്രാം കത്തി തൊടാതെ ഈ ഗ്രൗണ്ടിനകത്ത് ചെയ്യാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പറ, കിംസും നിംസും അല്ല ആദമിൻ്റെ മൂക്കിനകത്ത് വെന്റിലേറ്റർ വെച്ചത്, PRSും നിംസും അല്ല വെച്ചത്, അനന്തപുരിക്കാരൻ്റെ ഓക്സിജൻ സിലിണ്ടർ അല്ല ആദമിനെ ചലിപ്പിച്ചത്, അവനെ ചലിപ്പിച്ചത് മഹാദൈവത്തിൻ്റെ ശ്വാസമെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടത്തിനകത്ത് പറ, ഈ വചനം ഇവിടെ പെയ്തിറങ്ങുമ്പോൾ കത്തി തടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ കർത്താവ് എന്റെ ഹൃദയത്തിന്റെ അറകളെ ചലിപ്പിക്കോ, എന്റെ ഹൃദയത്തിന്റെ അറകളെ ചലിപ്പിക്കോ, എന്റെ ഗർഭപാത്രത്തെ ചലിപ്പിക്കോ. ഇന്ന് രാത്രി എന്റെ കൗണ്ടുകളെ ദൈവം ചലിപ്പിക്കോ, എന്റെ ക്രിയാറ്റിന്റെ അളവുകളെ ഇന്ന് രാത്രി മാറ്റോ. ആര് കരമുയർത്ത് എന്റെ ബ്ലഡിന്റെ ഇൻഫെക്ഷനുകളെ മാറ്റുവാ ഈ രാത്രി കരുത്തുറ്റ ദൈവത്തിന്റെ കരം, എത്യോപ്യയിൽ ഇറങ്ങിയ കരം ഈ രാത്രി ചലിക്കുക. സ്വത്രം. അവരെ ആദമന് മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, ക്ലിയർ വചനം. അതുകൊണ്ട് നിങ്ങൾ വരുന്നതിന് മുട്ട് പാഷ പറഞ്ഞു കേട്ടില്ലയോ, എല്ലാവരും വരുന്നതിന് മുട്ട് ഞാൻ വന്നു, സന്തോഷമില്ലല്ലോ. 5:30 ആയപ്പം വന്ന്, മൈക്ക് നേരത്തെ വേണ്ടിയിട്ടല്ല, ചായ കുടിക്കാനല്ല. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഈ കാര്യം പറയാൻ സമയം വേണം. അപ്പം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. തക്ക ഒരു തുണയെ ദൈവം കൊടുത്തു. ആദമിന് ദൈവം ഗാഠനിദ്ര വരുത്തി. ആദമിൻ്റെ ഒരു വാരിയൽ വരിച്ചൂരി. ആദമിന് ഗാഠനിദ്ര വരുത്തിയത് കണ്ടിട്ട് ഒരു ഇസ്രായേൽ ശാസ്ത്രജ്ഞൻ മനുഷ്യനെ എങ്ങനെ ഉറക്കാൻ പറ്റും അവൻ ആദ്യം കണ്ടുപിടിച്ചു ക്ലോറോബാം, 2 മൂത്ത ചേട്ടൻ അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി ഇനി തമിഴ്നാട് കേരളം PSC എഴുതുന്ന കുഞ്ഞുങ്ങൾ ഓർക്കണം, അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാരാ? ഡോക്ടർ ജെയിംസ് സിംസൺ. ഓർക്കണേ മക്കളെ, എഴുതി വെച്ചാട്ട് 10 മാർക്ക് കിട്ടും. കേട്ടിട്ട് TTET, എഞ്ചിനീയറിംഗ്, നീറ്റ് എല്ലാ ഈറ്റിലും കിട്ടും. സ്വോത്ര ഈ ക്വസ്റ്റ്യൻ. ആ ജെയിംസ് സിംസൺ അനസ്തേഷ്യ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. പാറശാല SP പോകുന്നവരോട് ചോദിച്ചാൽ മതി, അനസ്തേഷ്യ കുത്തുന്ന ഡോക്ടറോട് ചോദിച്ചാൽ മതി, ഇതാരാ കണ്ടുപിടിച്ച, പുള്ളി പറഞ്ഞു തരും. അദ്ദേഹം പറഞ്ഞു തരും. പിന്നെ ഡോക്ടർ ജെയിംസ് സിംസൺ, അദ്ദേഹം നോബൽ സമ്മാനം കിട്ടി. കാല് തളർന്നു പോയി, പ്രായം ചെന്ന അപ്പച്ചനായിരുന്നു. വീൽ ചെയറിനകത്ത് പത്രക്കാരെല്ലാം കാണുമെന്ന്, അപ്പച്ചാ അനസ്തേഷ്യ കണ്ടുപിടിച്ച് എൻ്റെ നോബൽ സമ്മാനം കിട്ടി. അപ്പച്ചൻ പറഞ്ഞു, നോബൽ സമ്മാനമല്ല വലുത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു, അതാ വലുത്. കരം ഉയർത്തുന്നവർക്കായി ഈ ലോകത്തിലെ നന്മകളും കരുണകളും ഇവിടെ നിൽക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി അവകാശമുള്ളവൻ അവൻ സ്വർഗത്തെ നോക്കി പ്രശംസിച്ചു കൊണ്ടിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവരെ 2 പേരെയും കൂടെ കൊണ്ടുവന്ന് ഏതനകത്ത് ആദ്യത്തെ കല്യാണം നടത്തിയത്. ഏതത്ത് അടക്കി പാടുക, പെറ്റുവരിക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. 1 ദിവസം സമം 1000 സംവത്സരം. വാഗ്ദത്തങ്ങൾ. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം. നാളെ എന്ന് പറയാം, ഇന്ന് രാത്രി. അപ്പോൾ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പള്ളികൾ CSI ഇപ്പോൾ വരുമ്പോൾ RC, അപ്പോൾ പാറശാല മാർത്തോമ, ഇവിടെ എല്ലാം കൊടപിള്ളാകത്ത് വേറെ ലാറ്റിൻ പള്ളി. അവിടെ ചെറുക്കനെയും പെൺകുട്ടിയെയും വൈദികൻ പ്ലാറ്റ്ഫോമിനകത്ത് ആൾത്താരുടെ മുമ്പിൽ നിർത്തും. വധുവിനെയും വരനെയും നിർത്തിയതിനു ശേഷം മാലയും കൊടയും എല്ലാം അവിടെ എടുക്കുന്നതിന് മുമ്പ് കയ്യിലിരിക്കുന്ന മിന്നെടുത്ത് മാല കൊടുത്തിട്ട് ഞാനൊരു പാട്ട് പാടും. വാനിൽ നിന്നൊരു മകുടം
കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി, മണവാട്ടിക്കും കൊടുത്ത് വൈദിക ശമ്മാശന്മാരാൽ അനുഗ്രഹിച്ചു. സ്വർഗത്തിലെ ദൈവം ഏതൻ്റെ പൂങ്കാവനത്തിൽ ആദമ്യ കുടുംബത്തെ സംയോജിപ്പിച്ച കരത്താൽ നിങ്ങളുടെ കുടുംബജീവിതം ഒരുമിപ്പിക്കുന്നു. ആര് കാണുന്നു? നമ്മൾ ചവക്കോട്ടയിരുന്ന് പിന്നെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുമല്ലോ, സന്തോഷമില്ലല്ലോ. അടുത്ത ദാണ്ട പെന്തക്കോസ്തിനകത്ത് കല്യാണം നടത്തുന്ന പാസ്റ്റർമാരെല്ലാം ഉണ്ടല്ലോ. ഒരു പെങ്കൊച്ചിനെ ചെറുക്കനെ മേടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കല്യാണം നടത്തൂ. വരൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റ്, വധുവിൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റ്. പ്രീനു പാടും ഇന്നി മംഗല്യ ശോഭിപ്പാൻ എല്ലാം നന്മയ്ക്കായി. അതിനുശേഷം അരുമയാണ് ഊളിയക്കാരൻ വരും, പെങ്കൊച്ചിനെ ചെറുപ്പക്കാരനും കൂടെ ചേർത്ത് നിർത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറയും. അതിനുശേഷം രണ്ടുപേരെയും കരം കൊടുത്തതിന് ശേഷം കരമുയർത്തു. ഇന്ന് എന്താ കരമുയർത്തുന്നത്? ഇന്നേക്ക് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതൻ്റെ പൂങ്കാവനത്തിനകത്തിറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ കരം പിടിച്ച് അനുഗ്രഹിച്ച സർവശക്തന്റെ കരത്താൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പുതിയ കുടുംബമായി മാറ്റുന്നു. അതല്ലയോ നടക്കുന്ന പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ. ആര് കാണും? സ്വോത്രം. നമ്മളെ താഴെ ചിക്കൻ കാലിന് നോക്കിക്കും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഉപദേശി എത്ര ക്ലിയറായിട്ടാണ് കല്യാണം നടത്തുന്നതെന്ന് അറിയാമോ? പറഞ്ഞു തരാം, മനസ്സിലാകുന്നവർക്കായി. ഏതൻ്റെ പൂങ്കാവനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം. ഇന്നത്തെ കല്യാണം എവിടെ? ഇണയില്ല, തുണയില്ല, ഒന്നുമില്ല. എവിടെ കല്യാണം കമ്പ്യൂട്ടർ നടത്തും, മന്ത്രകോടി പോത്തീസ് കൊണ്ടുവരും, ചാപ്പാട് ഷീലേക്ക് കിട്ടും. സ്വോത്രം. അവിടം വരെ കല്യാണം. അമേരിക്കയിലേക്ക് പോവുക എല്ലാവരും. വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. ലോസ് ആഞ്ചലസിലെ കൊടുങ്കാറ്റ് ഇപ്പോൾ പറയാൻ പോകുന്ന എല്ലാവരും കേൾക്കണോ? കർത്താവിൻ്റെ വരവ്, നോഗയുടെ കാലം, ലോത്തിൻ്റെ കാലം പ്രസംഗിക്കുന്നത്. കിടക്കുന്ന വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്കയിൽ ഒരിടത്തും വിവാഹമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഒന്നിച്ച് താമസിക്കുവാൻ 2 പെൺകുട്ടികൾ. ഇത് വടക്കൻ പറവുകാരെ ശരണ്യം ശ്രുതിയും താമസിക്കുന്നത് ബാംഗ്ലൂരിൽ. കോടതി രേഖ, ദൈവം വെച്ച കല്യാണം തക്കതുണ. കിടക്കുന്നു. ഇതിൻ്റെ പേരാ പെൺകൊച്ചുകൾ മനസ്സിലാക്കി, ലെസ്ബിയൻ മാരേജ്. കിടക്കുന്നു. കത്തോലിക്ക സഭ വിൻസെന്റും ബ്രൂണോയും എല്ലാവർക്കും കാണാം. അവറാച്ചായന് തോമാച്ചായന് പള്ളി വെച്ച് കല്യാണം. ഇതിൻ്റെ മാരേജിൻ്റെ പേരാ ഗൈ മാരേജ്. തീർന്നില്ല, കർത്താവ് വരാറായി. സ്വർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും. പറയാൻ നാണക്കേടാ. പള്ളിക്കലുകാരുടെ നാടൻ മലയാളം. കുഞ്ഞമ്മ ചിന്നമ്മയോടും അവറാച്ച മത്തായച്ചനോട് കല്യാണം കഴിക്കും. ഇതിൻ്റെ പേരാ സ്വർഗ വിഭാഗം. സ്വോത്രം. തീരാൻ പോവുക. ഇതാ നോഗയുടെ കാലം. സ്വർഗ വിഭാഗത്തിൻ്റെ US-നകത്ത് പച്ചക്കൊടി. ഇതാ കിടക്കുന്നു. അമേരിക്കയിൽ 51 സ്റ്റേറ്റിനകത്ത് US-നകത്ത് പച്ചക്കൊടി. തീർന്നില്ല. ഓസ്ട്രേലിയയിൽ ആദ്യ സ്വർഗ വിഭാഗം. മനസ്സിലാകുന്നവർക്കായി. ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ് ഓസ്ട്രേലിയ. അവിടെ സ്വർഗ വിഭാഗം. തീർന്നില്ല. ഇതെല്ലാം ചുഴലിക്കാറ്റത്തിലേക്ക് ലോകം തീരായി. 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുക. എല്ലാവരും കണ്ടാട്ടെ, 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുക. മനസ്സിലാകുന്നവർക്കായി. ഇറച്ചിപ്പാലം വ്യവസായം കൂടി കഴിയുമ്പോൾ കാഞ്ഞിരക്കാട് ഇറച്ചിപ്പാലം സൺ എഞ്ചിനീയറിംഗ് കോളേജ്. അതിൻ്റെ അപ്പുറത്ത് സെൻറ്റ് ജെയിംസ് എഞ്ചിനീയറിംഗ് കോളേജ്. നിങ്ങൾ ചൊവ്വായി ഇന്ന് വന്നുകൊണ്ട് ഇറച്ചിപ്പാലം അറിയത്തില്ല, തടിക്കാർ പോകണോ അറിയത്തില്ല. അവിടെ നിൽക്കട്ടെ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇവിടുന്ന് നല്ല ഒരു പെൺകുട്ടി പോകുന്നു പാറശാലയിൽ നിന്ന്. 20 വയസ്സ് പയ്യൻ. അവൻ ME-ക്ക് പഠിക്കുന്നു, സെൻറ്റ് ജെയിംസ്. 2 പേരും ഒരു വണ്ടിയിലായിരുന്നു യാത്ര. കേട്ടാട്ടെ, ഒരു സുപ്രഭാതത്തിൽ 2 പേരും വീട്ടിൽ വന്നില്ല. അപ്പനും അമ്മയ്ക്കും വിവരം കിട്ടി. എന്താ കിട്ടിയെന്ന് അറിയാമോ? നമ്മുടെ നാഗർകോവിൽ കോടതി പോയി വക്കീലിനെ കണ്ട 5000, കോടതിക്ക് 2000, വക്കീലിന് 3000. നല്ലൊരു പേപ്പർ കിട്ടി. അതിൻ്റെ പേരാണ് ലിവിങ് ടുഗദർ സർട്ടിഫിക്കറ്റ്. അവർ മാർത്താണ്ഡ താഴത്ത് നിന്ന് നമുക്ക് തോവാളയ്ക്ക് മാർത്താണ്ഡ താഴോട്ട് പോകുന്ന വഴിയിൽ നല്ലൊരു വാടക വീട് കിട്ടി. അപ്പം പാറശാല അപ്പച്ചൻ അറിഞ്ഞു പെങ്കൊച്ചും പയ്യനുമായിട്ട് നല്ല കല്യാണമൊക്കെ എന്തൊക്കെ റെഡിയായി. എന്നാലും വിചാരിച്ചൊന്ന് ട്രൈ ചെയ്യാം. പള്ളികളിൽ നിന്ന് കാവൽത്തുറ അധികാരികളുമായിട്ട് അവിടെ പോയി. രാവിലെ 7 മണിയായപ്പം മാർത്താണ്ഡം ചെക്ക് പോയി നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് താഴെ വാടക വീട്ടിൽ പോയി. പയ്യനും പെങ്കൊച്ചും അവിടെ ഇരിക്കുന്നത്. നല്ല ഇരിക്കുന്നത്. അപ്പോൾ പാപ്പ പറഞ്ഞ് മോള് വണ്ടി കയറി വീട്ടിൽ പോകാം. ദാ മോള് പേപ്പർ കാണിച്ച്. സ്വോത്രം. അപ്പോൾ പോലീസുകാരും കൂടെ ഉണ്ടായിരുന്നു. കാവൽത്തുറ അധികാരികൾക്ക് ടീ കൊടുത്ത് അവർ പറഞ്ഞു, അയ്യാ നമുക്ക് വീട്ടിലേക്ക് പോകാം, പുതു വീട്ടിക്ക് വാസൽ പോകാമെന്ന്. സ്വോത്രം. ദാ കിടക്കുന്ന ചെറുക്കനും പയ്യനും ജീവിക്കാൻ ലിവിങ് ടുഗദർ. കല്യാണം ദാ കിടക്കുന്നു. ഇവിടെ കേരളത്തിൽ നടക്കുന്നതല്ല, തമിഴ്നാട്ടിലും കൂടെ എഴുതിക്കാം അമ്മയെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളുടെ തലമുറകളെ ചൊല്ലിക്കരയുവാൻ അന്ത്യകാലമായി. തീർന്നില്ല. ട്രാൻസ്ജെൻഡർ മാര്യേജ്. ഇഷാനും സൂര്യയും ദാ കല്യാണം കഴിക്കുന്നു. ട്രാൻസ്ജെൻഡർ മാര്യേജ്. അടുത്ത കല്യാണം. എല്ലാവരും കേട്ടാട്ടെ, ലൈവും ക്ലിയറായിട്ട് കണ്ടവർക്ക് പിന്നെയും കാണാം. ഇന്ത്യയുടെ കോടതി മുറിയിൽ ദാ കിടക്കുന്ന 2 ചേച്ചിമാർ ഒരുമിച്ച് താമസിക്കുന്നു. കോടതിയിലെ 2 വക്കീലന്മാർ. ഇനി അടുത്തത് കേട്ടാട്ടെ. കഴിഞ്ഞ വർഷം ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ 3 പെൺകുട്ടികൾ പോയി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യം, ജനാധിപത്യ രാജ്യം. ഞങ്ങൾക്കിവിടെ ലൈസൻസ് വേണം. പെൺകുട്ടികൾക്ക് ഒരുമിച്ച് കല്യാണം, ചെറുപ്പക്കാർക്ക് ഒരുമിച്ച് കല്യാണം. 36 രാജ്യങ്ങൾ സ്വർഗ കല്യാണം. ഗ്രീസ് എന്ന് പറയുന്ന സ്ഥലം ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രം. അവിടെയും കല്യാണം. അപ്പോൾ സുപ്രീം കോടതി നല്ല ജഡ്ജ് TY ചന്ദ്രചൂഡ് അദ്ദേഹം വിചാരിച്ചു ഇന്ത്യയിലും എഴുതാം. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടിക്കാരെല്ലാം നമ്മൾ
ബഹുമാനിക്കുന്നു. BJP അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ശമ്പളം തരുന്നത് പെങ്കൊച്ചുങ്ങളല്ല, ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യ ആർഷഭാരതം. ഇവിടെ ഒരു കല്യാണമുള്ള സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. കരമുയർത്തുന്നവർക്കായി ബില്ല് മാറ്റി. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ പറഞ്ഞ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്ന, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ. ബാക്കി നാട്ടുകാർ കേൾക്കട്ടെ. 3 വർഷം കഴിഞ്ഞ് അതിനകത്തൊരു മലയാളി പെൺകുട്ടി ക്രിസ്ത്യാനി, അവള് ടെലിവിഷൻ ചാനലിൽ അഭിമുഖം കൊടുത്തതാ. ഇനി ഞങ്ങൾ സുപ്രീം കോടതി പോകുമെന്ന്. എൻ്റെ പാസ്റ്റർമാരെ കർത്താവ് വഴിയെടുക്കാറായി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അന്ത്യദിനം ദാണ്ട് ഇന്ന് കേരളത്തിലെ, ഇത് തൊട്ടടുത്ത് നിങ്ങളുടെ ചേർന്ന് കിടക്കുന്ന കേരളം, അവിടെ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് അദ്ദേഹം പറഞ്ഞ ചെറുക്കനും പെണ്ണും വരേണ്ട, ഓൺലൈനിൽ കൈവച്ചാൽ മതി, ഞങ്ങൾക്ക് ഫീസ് തന്നാൽ മതി. കല്യാണം കമ്പ്യൂട്ടർ നടത്താൻ പോകുന്നു. എവിടം വരായി? ഇവിടുത്തെ പള്ളികൾ കഴിഞ്ഞിട്ട് പാറശാല പഞ്ചായത്ത് സെക്രട്ടറിയോട് എടുത്താൽ മതി, കമ്പ്യൂട്ടർ വഴി കല്യാണം നടക്കും. ചെറുക്കനും പെൺകൊച്ചും എവിടെങ്കിലും വരുന്ന സബ് രജിസ്ട്രാർ കൈ കൊടുത്താൽ കല്യാണം നടക്കും. വിവാഹമില്ലാത്ത കാലം പുറകെ വായിച്ചു തര്. അങ്ങനെ ഒരു കാലമുണ്ടോ? ഇന്ന് രാത്രി ആദ്യം അമേരിക്ക 1991, എല്ലാവരും കേട്ടാട്ടെ. ബിൽ ക്ലിന്റൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആദ്യം സ്വർഗ വിവാഹം കൊണ്ടുവന്നു. അവിടുത്തെ അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാം ബിൽ ക്ലിന്റനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ നമ്മുടെ നോട്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് $. We will trust in God. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മറുതലിക്കരുത്, ദൈവ ന്യായം വിധിക്കാം. അമ്മ അച്ചായ ഇന്ന് രാത്രി പള്ളികൾ കേൾക്കണം. ആരാ? അമേരിക്കയുടെ സാറ്റലൈറ്റിന്റെ ശൃംഖലയ നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. ദാണ്ട് ശംഖുമുഖത്തുനിന്ന് ഒരു വിമാനം 33,000 അടി ഉയരുമ്പോൾ അമേരിക്കയിലെ സാറ്റലൈറ്റിനകത്ത് കാണാം ഗലീലിയോ പ്രോജക്ട്. അതാ പാറശാല കഴിഞ്ഞ് ഇഞ്ചിവള കയറുമ്പോൾ വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. മനസ്സിലാകുന്നവർക്കായി കുഴിത്തറയിൽ പോയി കട്ടൻ ചായ അടിച്ച് കളിക്കാവള വന്ന് വീണ്ടും ഇഞ്ചള വരുമ്പോൾ വെൽക്കം ബാക്ക് BSNL കേരള. കര ഉയർത്തുന്നവർക്കായി സന്തോഷം ഇല്ലല്ലമ്മാമേ. അങ്ങനെയെങ്കിൽ അത്രയും സാറ്റലൈറ്റ് അമേരിക്കയ്ക്ക് കിടക്കുന്നത്. അവനെ കാണാൻ ഒരു വിമാനം തിരുവനന്തപുരത്ത് നിന്ന് കയറുമ്പോൾ അതിന് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. അതിന്റെ പേര് ബട്ടർഫ്ലൈ എഫക്ട്. ആ കമ്പ്യൂട്ടർ അമേരിക്കയുടെ ഉള്ളത്. പക്ഷെ അമേരിക്ക എത്ര കാറ്റടിച്ചു? റീത്ത അടിച്ചു, കത്രീന അടിച്ചു, വിൽമ അടിച്ചു, ഹാർവി അടിച്ചു, ഫ്ലോറൻസ് അടിച്ചു, ലോറൻസ് അടിച്ചു. ഒരു കമ്പ്യൂട്ടറിലും കണ്ടില്ല. ഇന്ന് രാത്രി പലകരെ യഹോവയെ മറക്കുന്നവരെ ഈ ഓർത്തുകൊള്ളേ, അവൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. നീ ദൈവത്തോട് മറുതലിച്ചാൽ സാറ്റലൈറ്റിനെ പോലെ കാണാതെ കാറ്റടിക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. രണ്ടാമത്തെ കാര്യം കേട്ടാട്ടെ, ഏറ്റവും നിർണായകം. ഈ ബിൽ ക്ലിന്റൺ ആരായിരുന്നു? അമേരിക്കയുടെ പ്രസിഡന്റ്. അന്നാ ഈ അബോർഷൻ ലൈസൻസ് 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ സഹോദരിമാർ വീട്ടിനകത്ത് വയറ്റിട്ട് ഞെക്കിയിട്ട് ആശുപത്രി ചെന്നിട്ട് പറയും കുഞ്ഞ് മരിച്ചുപോയി. അങ്ങനെ കുഞ്ഞിനെ കൊല്ലുന്നതിനുള്ള അബോർഷൻ ലൈസൻസ് കൊടുത്തു. 75 ലക്ഷം കുഞ്ഞുങ്ങളെ അമേരിക്ക കൊന്ന് തള്ളിയത്. ആ നിയമം വന്നപ്പോൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, സാറേ അമേരിക്കയെ ദൈവം തകർക്കോ, മക്കൾ യഹോവ തരുന്ന ദാനം ഉദരഫലം യഹോവയുടെ പ്രതിഫലം, കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. അമേരിക്കയിലെ 37 ബാങ്കുകൾ പൊട്ടിപ്പോയി. എന്താ? ദൈവത്തോട് മറുതലിച്ചപ്പോൾ. അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്ക്, ഓൺലൈൻ കേൾക്കുന്ന അമേരിക്കക്കാര് കട്ടൻ ചായ നല്ലോണം കുടിക്കേണ്ട, എല്ലാം തീരാറായി കുഞ്ഞ്. ഇന്ന് രാത്രി അമേരിക്കയിലെ ഏറ്റവും നല്ല ബാങ്ക് JP മോർഗൻ, അത് പൊട്ടിപ്പോയി. അമേരിക്കയിലെ അടുത്ത ബാങ്ക്, അതിന്റെ പേര് അമേരിക്കൻ ബാങ്ക്, അതും പൊട്ടി. അതുകൊണ്ടാണ് ട്രംപ് വന്നപ്പോ എല്ലാത്തിന്റെ വിസ കട്ട് ചെയ്തു. ഇപ്പൊ ട്രംപ് വന്നപ്പോ IPC-കാര്, ഷാരോങ്കാര്, ചർച്ച കൂടുകാരെല്ലാം വന്ന് ഞങ്ങളുടെ രക്ഷകൻ വന്നു, ഞങ്ങളുടെ കർത്താവ് വരുന്നതിന് മുന്നോടിയായിട്ട് സ്വോത്രം. എന്തൊരു പോസ്റ്റായിരുന്നു ട്രംപ് വന്നത് ഇന്ത്യക്കാരെ രക്ഷിക്കാനല്ല, അവൻ ഇസ്രയേലിന് പിന്തുണ കൊടുക്കാനാണെന്ന് യോബിനകത്ത് എഴുതിയിട്ടുണ്ട്. തകരുന്ന ഇസ്രയേലിന് പിന്തുണ കൊടുക്കാനാണ് ട്രംപ് വരുന്നത്. അവൻ ബലശാലികളെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ അതിനകത്തെടുത്ത്. പെന്തിക്കോസുകാരെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ രക്ഷകൻ വന്നു. നിങ്ങളുടെ രക്ഷകനല്ല. ട്രംപ് വന്ന ഉടനെ ഒന്നാമത്തെ കാര്യം സകല ഇന്ത്യക്കാരെയും കയ്യും കാലും കെട്ടി നാട്ടിലോട്ട് വിടുന്നു. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ബോഡി പോയിട്ടും കാര്യമില്ല, ജയശങ്കർ പോയിട്ടും കാര്യമില്ല. ശശി തരൂർ സാറുമായിട്ട് എനിക്ക് നല്ലതായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറേ 18,000 ഇന്ത്യക്കാരെ നാട്ടിലേക്ക് വിടുമെന്ന്, അപ്പൊ ഇനി കൂടുതലുണ്ട്. അപ്പൊ ശശി തരൂർ സാർ പറഞ്ഞതാ, പാസ്റ്ററെ തിരുവനന്തപുരം സിറ്റി കൂടെ RC ബുക്കില്ലാത്ത എത്ര വണ്ടി ഓടുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വായിച്ചു. കമ്പ്യൂട്ടറിനകത്ത് 18,000, ബാക്കി എത്ര എണ്ണം ഇനി വരാൻ പോകുന്നത് പ്രാർത്ഥിച്ചോണ്ടാ മതി. ട്രംപ് വന്നപ്പോ പെന്തിക്കോസും എല്ലാം കൂടെ പറഞ്ഞ് ഞങ്ങളുടെ രക്ഷ പോസ്റ്റായിരുന്നു. സ്വോത്രം. ട്രംപ് വന്നതിന്റെ അജണ്ട വേറെ. പിന്നെ ഞാൻ ട്രംപിനെ ഒരു നല്ല കാര്യം പറയുന്നുണ്ട്, അവൻ എവിടെ ചെന്നാലും യേശു രക്ഷകൻ എന്ന് പറയും. സ്വോത്രം. എവിടെ ചെന്നാലും. 2, ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞു. സ്വോത്ര, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന്. സ്വോത്ര. മരിച്ചുപോയ അമ്മ കരഞ്ഞ കാര്യം പോലും ഇപ്പൊ പിള്ളേർക്ക് അറിയത്തില്ല. സ്വോത്ര.
എടാ കുഞ്ഞെ, നിന്റെ അപ്പനും അമ്മ ഓലപ്പരയിരുന്ന് പട്ടിണിക്കഞ്ഞും കുടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിനക്കൊരു വീട് കിട്ടിയത്. സന്തോഷം ഇല്ലല്ലോ. നിനക്ക് സർക്കാർ ശമ്പളം കിട്ടിയത്. കുഞ്ഞമാമയ്ക്ക് സന്തോഷമില്ല. അമ്മച്ചി കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞമാമ ബാഗിനകത്ത് 2 ATM കാർഡ് വന്നത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പം അവറാച്ചായ മിണ്ടാതിരിക്കുന്നു. സ്വോത്രം. അവറാച്ചായ പണ്ടത്തെ കാലത്ത് ഓലപ്പരയായിരുന്ന അമ്മച്ചി മനമേ പക്ഷിക്കണ്ടെങ്കിൽ പാടിയോണ്ട് ഇന്ന് പാറശാല ഒരു വീടും മാരുതി കാറും കിട്ടിയത്. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അമേരിക്കയുടെ ട്രംപ് പ്രസിഡന്റ് വന്ന വഴി മറക്കത്തില്ല. അവ എവിടെ നിന്നാലും പറയും, എൻ്റെ അമ്മ കരഞ്ഞത് കൊണ്ട് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റായി മാറി. നമ്മുടെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചവരെ ഓർക്കണം മക്കളുടെ. അവരുടെ ഏത് സാന്നിധ്യം എന്നാലും പറയണം, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് ഇവിടം വരെ എത്തിച്ചത്. എനിക്ക് വേണ്ടി ദൈവദാസൻ ഇടിവിൽ കരഞ്ഞത് കൊണ്ടാണ് എൻ്റെ തലമുറകളെ ഇവിടം വരെ എത്തിച്ചത്. സന്തോഷമില്ലല്ലോ. കരം ഉയരത്തില്ല. സ്വോത്രം. അത് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ കാര്യം ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് ഇനി ഏകരക്ഷ കർത്താവായ യേശു ക്രിസ്തു മാത്രം. സ്വോത്രം. 4-ാമത്തെ കാര്യം ട്രംപിനൊരു കാര്യമുണ്ട്. യോഗം കൂടുന്നതിന് മുമ്പ് 2 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഉപദേശിമാരൊക്കെ ഇത് കാണണ്ട. സ്റ്റേജ് പ്രസംഗിക്കാൻ വരുന്നത് 7:30 ഓടി വരുമോ ഉടുമ്പ് വരുന്നല്ലോ. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി ട്രംപ് കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് 2 മിനിറ്റ് പ്രാർത്ഥിക്കുമെന്ന്. 5-ാമത്തെ കാര്യം ട്രംപ് ഒരു കാര്യം ചെയ്തു. നമ്മളൊരു ട്രാക്ട് പോലും കൊടുക്കുന്നില്ല. ട്രംപ് ഓരോ കോണ്ടിയിലും 50,000 ബൈബിൾ പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് പെന്തിക്കോസുകാരെ രക്ഷിക്കാനല്ല ട്രംപ് വന്നത്. ഇന്ന് രാത്രി ആരാ അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അമേരിക്കയിലെ ബാങ്ക് തകരുന്നു. 1-ാമത്തെ ഇടപെടലിലേക്ക് 1-2 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ 2-ാമത്തെ കാര്യം മനസ്സിലാക്കുക. എന്താ? ഗൾഫുകാരനാണോ ഭാഗ്യവാന്മാർ? സന്തോഷമില്ലല്ലോ. ഗൾഫിലെ കമ്പനികളെല്ലാം ഒരു പരിപാടിയില്ലയോ? അവിടെ പശ്ചിമേഷ്യ യുദ്ധം, എണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം വിചാരിച്ചു മഞ്ഞാലിമൂടിലും പ്രാഗിലും അമ്പലക്കാലും റബ്ബറുള്ള അച്ചായനാന്ന് ഭാഗ്യവാന്മാർ. ചൂട് കൊണ്ട് റബ്ബറിന്റെ ഇലയും പോയി, പട്ടയും പോയി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എല്ലാം തീർന്നില്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ലണ്ടൻകാരനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? പ്രാഗലും മഞ്ഞാലുമൂട് തോട്ടമുള്ള കുഞ്ഞച്ചൻ ചേട്ടനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാൻ. എന്റെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ നെൽസെയ്തി കൂട്ടങ്ങളുടെ 1-ാമത് ഇറവ് ഇങ്ങ് ഒരു ഭാഗ്യവാന കൂട്ടം ഇരിക്കുന്നത്. യാർ ആരാവർ ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു യേശുവിന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ എത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പലുകൾ മുഴങ്ങാൻ കാലമായി. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവിന്റെ വരവ് ലോത്തിന്റെ കാലത്ത് ആസ്പദമായി അവൻ നിയമത്തെ കയ്യിലെടുക്കോ. വായിക്കാം. ദാനിയേൽ 7:25. ദൈവസഭ എടുക്കപ്പെട്ടാൽ വായിച്ചിട്ട് ദാനിയേൽ 7:25 വാക്യം. അവൻ നിയമത്തെ കയ്യിലെടുക്കുമോ? വായിക്കാം. അവൻ അത്യുന്നതനായവന് വിരോധമായി ഏതന്റെ പൂങ്കാവനത്തിനകത്ത് മനുഷ്യ കുടുംബത്തെ അനുഗ്രഹിച്ചു. ദൈവിക ശക്തിയുടെ മകുടമായി നിറകൊണ്ട് ആദമി കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ കരം അവൻ മാറ്റും. അത് ആദ്യം തന്നെ അവൻ കല്യാണത്തെ മാറ്റി. വായിച്ചോ. അവൻ അത്യുന്നതന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. അടുത്തത് സമയങ്ങളെയും. അതാ ഇംഗ്ലീഷ്. ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. ഇവിടെ നല്ല വിജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ കളിക്കാൻ എത്ര കോളേജ് കിടക്കുന്നു. മെഡിക്കൽ കോളേജ് തന്നെ ഗ്രേസ് കിടക്കുന്നു, മൂകാംബിക കിടക്കുന്നു, ചർച്ചിപ്പാലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എഫ്രൈം കിടക്കുന്നു, സെന്റ് ജെയിംസ് കിടക്കുന്നു, സണ്ണ് കിടക്കുന്നു. എല്ലാം കോളേജാ. സ്തോത്രം. തമിഴ്നാട്ടിൽ. അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് കൂടെ കേട്ടാട്ട് ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. അടുത്ത വാക്ക് നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും. അത് ആദ്യത്തെ പരിപാടി. കല്യാണമില്ലാത്ത. അടുത്തത് കാലവും. മോൻ വായിച്ചട്ടെ. കാലവും കാലങ്ങളും. കാലം എന്ന് പറഞ്ഞാൽ 7. സഭയെടുക്കപ്പെട്ടാൽ 7 വർഷമായി എതിർക്രിസ്തുവിന്റെ ഭരണം. അതിന് 3.5 വർഷത്തിന്റെ പേരാ കാലാംശം. 3.5 years. വായിക്കാം. കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരുവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അതാ ഇന്നത്തെ നിയമത്തെ മാറ്റം. തീർന്നില്ല. നിയമം മാറിക്കഴിഞ്ഞു. അടുത്ത വാക്കൂടെ എല്ലാ ദിവസവും വരണോ. യെശയ്യാ പ്രവചനം 3:12. ഇന്നത്തെ നിയമം മാറിയോ? എന്താ കേരളത്തിലെയും തമിഴ്നാട്ടിലെ നിയമം? യെശയ്യാ പ്രവചനം 3:12. കുഞ്ഞു വായിച്ചട്ടെ. വായിക്കാം. യെശയ്യാ പ്രവചനം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ അവരെ പീഡിപ്പിക്കുന്നില്ലേ? കേരളം ഞെട്ടുന്നു. 1 വർഷം 2 വർഷം 200-ൽ പരം കേസാ. കുട്ടികളെ, കൊച്ചു കുട്ടികളെ അപ്പനും അമ്മയും വിൽക്കുന്നു, പീഡിപ്പിക്കുന്നു. എത്ര വലിയ കാലമാ. കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എറണാകുളത്ത് ഒരു സഹോദരി കണ്ടില്ലേ? ശ്രോത്ര 9 മാസം 9 ദിവസം 9 പിന്നാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കാമുകന് വേണ്ടി പ്ലാസ്റ്റിക് കവറിനകത്ത്, ആമസോൺ കവറിനകത്താക്കി വയറ്റിലോട്ട് എറിഞ്ഞു. സന്തോഷമില്ലല്ലോ. ഇവിടെ ഈ ഊരമ്പിലോട്ട് പോകണം. പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറി, CSI അരുമാനൂർ CSI. എനിക്ക് വളരെ പരിചയമുള്ള ദൈവകുഞ്ഞുങ്ങൾ. ഒരച്ഛൻ്റെ സഹോദരിയ പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറി. ഇപ്പോഴാണ് മാറിയത്. അവരെന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞ കാര്യമുണ്ട്. കർത്താവ് വരാറായെന്ന്. ഞാൻ ചോദിച്ചു, സാറ് ദർശനം കണ്ടത്? പൂവാറിൽ കേട്ടാട്ടെ. പാറശാലക്കാർ 9 മാസവും 9 ദിവസവും 9 പിന്നാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കാശായ മേടിച്ച തിരുവനന്തപുരം പൂവാർ കിടക്കുന്നു. കുട്ടികളെ കച്ചവടം, കുട്ടികളെ പീഡിപ്പിക്കും. അടുത്തത് സ്ത്രീകൾ. വായിച്ചാട്ടെ.
അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. സ്ത്രീകൾ അവരെ വാഴുന്നു. ഇന്ന് കാര്യം പോയ കണ്ടില്ലയോ? സ്വോത്രം. നാട്ടുകാർ കേൾക്കട്ടെ. കേരളത്തിൽ സിനിമാക്കാരുടെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പാസ്റ്റർമാർ കേട്ടാട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മേശപ്പുറത്ത് വെച്ചില്ല. അത് വായിച്ച 2 ഉന്നത ഉദ്യോഗസ്ഥരനോട് പറഞ്ഞു, വായിച്ചാൽ നമ്മൾ നാണം കെടുവുന്നു. സ്വോത്രം. സിനിമാക്കാര് സീരിയൽകാരിയോട് വനിതാ കമ്മീഷൻ മൊഴിയെടുത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വന്തം പെമ്മക്കളെ വിറ്റ് കാശ്, സീരിയലിന് സിനിമയ്ക്കും വേണ്ടി വിറ്റ് കാശ് മേടിച്ച കേരളം കരമുയരുന്നില്ല. സ്ത്രീകൾ അവരെ വാഴുന്നു. സ്വോത്രം. പല നടിമാരുടെ അനുഭവ ഹേമ കമ്മിറ്റി അത് പുറത്തുവിട്ടാൽ നാട്ടുകാർ ലജ്ജിക്കും. അത് മുഖ്യമന്ത്രിയുടെ കുഴപ്പമല്ല. സ്ത്രീകൾ അവരെ വാഴുന്നു. നല്ല കാലാണോ അമ്മ? നല്ല കാലാണോ? അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് ഈ കാലത്തെ പറ്റി പൗലോസ്ലീഹ ധന്യം ചൊല്ലി വായിക്കാം. എഫെസ്യർ 5:15-16 ബൈബിൾ എടുത്താട്ട്. എഫെസ്യൻ ചാപ്റ്റർ 5:15-16 വായിച്ചിട്ട് മോനെ. എഫെസ്യർ 5:15-16 വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ, കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാമത് ഇറവ്. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കാൻ നോക്കുവിൻ. ജ്ഞാനികളായിട്ട് ദൈവസഭ നടക്കണം. അടുത്ത വാക്ക്. ഇത് ദുഷ്കാലമാകയാൽ. കരമുയരുന്നില്ലല്ലോ അമ്മാമ്മ. നല്ല കാലം പോയില്ലേ? കടയിലിരിക്കുന്ന നാരായണൻ ചേട്ടനും പള്ളികല മാധവൻ ചേട്ടനും കടയിരുന്ന് പറയുന്ന കേട്ടത്തില്ലേ? നമ്മുടെ മുത്തശ്ശി ചിന്നമാമൻ പറയത്തില്ലേ, കുഞ്ഞെ കുഞ്ഞെ നല്ല കാലം പോയി, ദാ കിടക്കുന്ന ഇത് ദുഷ്കാലമാകയാൽ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. കരമുയർത്തുന്നവർക്കായി നല്ല കാലം പോയി അമ്മാമേ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴി. കൊല്ലം കോട്ടയം ഭാഷ. ഇവിടെ പാറശാലയിൽ അമ്മണി മാമ. മനസ്സിലാകുന്നവർക്കായി അകത്ത് പിച്ചാത്തി എടുക്കാൻ പോകത്തില്ല. അരകല്ലിന്റെ സൈഡിൽ ഉള്ളി തൊലിക്കുന്ന കൊച്ചു പിച്ചാത്തി ഉണ്ട്. കൊത്തി കൊത്തി മറത്തുന്ന കോഴിയെ ഗ്രില്ലിനകത്തൂടെ എറിയുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. കരമുയർത്തുന്നവർക്ക് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അതിന്റെ നടുവിൽ നിന്ന് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. പോകാൻ പോകുന്ന അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്. എല്ലാവരും കേൾക്കണം. എന്താ കർത്താവിന്റെ വരവ്? അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ. എന്താ ആദ്യത്തെ ഇടവേള? ഇനി അരമണിക്കൂർ മതി. ഇന്ന് രാത്രി എന്താ? അമേരിക്കയിൽ നല്ലൊരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബില്ലി ഗ്രഹാം. കേട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സോദോമിനെ ദൈവ ന്യായം വിധിച്ചെങ്കിൽ, അമേരിക്കയെ ദൈവ ന്യായം വിധിച്ചില്ലെങ്കിൽ സോദോമിൽ ചെന്ന് കർത്താവ് മാപ്പ് പറയേണ്ടി വരും. അങ്ങനെ മാപ്പ് പറയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. അമേരിക്കയിലെ കാട്ടുതീ എല്ലാവരും കേട്ടാട്ടെ. അമേരിക്കയിലെ കാട്ടുതീ എങ്ങനെ സംഭവിച്ചു? നാട്ടുകാർ പള്ളികൾ മുഴുവൻ കേൾക്കണം. 2025 ജനുവരി മാസം 4 എല്ലാവരും കേൾക്കട്ടെ. 2025 ജനുവരി 4 അമേരിക്കയിലെ ബോളിവുഡ് സിനിമാ താരങ്ങളുടെ നൈറ്റ്. അന്ന് 2 പെങ്കൊച്ചുങ്ങൾ അവാർഡ് കൊടുക്കുന്നത്. അവാർഡിന്റെ ഇടയ്ക്ക് ആ പെങ്കൊച്ചുങ്ങൾ പറഞ്ഞൊരു കാര്യം ഇംഗ്ലീഷിൽ, ഹു ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ആരാ പറഞ്ഞ? പ്രപഞ്ചം കർത്താവ് ഉണ്ടാക്കിയതാണ്. സ്വോത്രം. 2 പെങ്കൊച്ചുങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ പെങ്കൊച്ചുങ്ങൾ ചുറ്റിപ്പാകാട് കൊടുത്ത് നാട്ടുകാർ കേട്ടാലും കുഴപ്പമില്ല. ആ പെങ്കൊച്ചുങ്ങൾ പറഞ്ഞ, നോ, ഈ പ്രപഞ്ചയെ ഫിനോമിന. സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങിയ അമ്മമ്മയെ 48 മണിക്കൂറിന് ശേഷം അമേരിക്കയിൽ തീ. എത്ര? 48,000 ഏക്കർ കത്തിച്ചു. അടുത്തത് കേൾക്കണോ? 28,500 വീട്, 28 സിനിമാ താരങ്ങൾ കത്തി, 10 പേർ വെന്ത് മരിച്ചു. ഒരു നേരത്തെ ഡ്രസ് പോലും എടുക്കാതെ അമേരിക്കൻ ആയിരങ്ങളോടി ലോസ് ആഞ്ചലസിലെ കാട്ടുതീ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ, ലത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ഇന്ന് രാത്രി കേൾക്കണോ? അതാ കർത്താവിന്റെ വരവ്. ഇന്ന് രാത്രി 48,000 ഏക്കർ കത്തി, 28,000 വീട്, 38 പേർ വെന്ത് മരിച്ചു. അവസാനം ഇസ്രയേലിന്റെ വിമാന സ്കൂപ്പർ ഇറങ്ങിയ ട്രംപ് കരഞ്ഞത് കൊണ്ട് തീ മാറ്റിയെങ്കിൽ കർത്താവിന്റെ വരവ് അടുത്തുപോയി. എന്താ? സായം സന്ധ്യയിൽ എല്ലാവരും കേട്ടാട്ടെ. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് 2 ദൂതന്മാർ പോയി. അബ്രഹാം ചോദിച്ചു, എങ്ക പോകത്? മനിതനെ നീ എങ്ക പോകത്? അവർ പറഞ്ഞു, സോദോമിലേക്ക് പോവുക. എന്തിനാ? അവിടെ തീ ഇടാൻ പോവുക. അയ്യോ, ഞങ്ങളുടെ സിയോൻ അസംബ്ലിയുടെ ഒരു ചർച്ച ഉണ്ട്, തീ ഇടരുതെന്ന്. സ്വോത്രം. ഉടനെ സ്വർഗത്തിൻ്റെ ക്യാമറ നോക്കി, 50 പേരുണ്ടോ? ഇല്ല. 10 എണ്ണം ഉണ്ടോ? ഇല്ല. പാസ്റ്ററും ഇല്ല, തമ്പേർ മാത്രമുണ്ട്. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി എന്താ പളുകൾ തീ ഇറങ്ങാത്തത്? സ്വോത്രം. സ്വർഗത്തിൻ്റെ ക്യാമറ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ആരാധിക്കുന്ന ഒരു കൂട്ടമുണ്ടായത് കൊണ്ട്. സ്വോത്രം. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ? അതുകൊണ്ടാ കാവൽക്കാരാ
നീ മയങ്ങുന്നതെന്ത്? ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അബ്രഹാം പറഞ്ഞു, എൻ്റെ കൂടെ പണ്ട് കമാൻഡർ വണ്ടി തടിക്കാർ പോണത്ത് പ്രസംഗം കേൾക്കാൻ വന്നവനാ ലോത്ത്. അപ്പം പറഞ്ഞു ഒരു ഗ്രേസ് പീരീഡ് കൊടുക്കുക. നേരെ 2 ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിൽ ചെന്ന്, പാവപ്പെട്ട ലോത്ത് ഇപ്പം പുറത്തല്ലേ, ഞങ്ങളുടെ അച്ചായമാരുടെ ഗതി പോലെ ആയില്ലോ, സന്തോഷമില്ലല്ലോ. അമ്മാമ്മ അകത്തും ലോത്ത് പുറത്തും, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ലോത്തിനെ വിളിച്ചിട്ട് 4 കാര്യം പറഞ്ഞു. ഈ പ്രദേശത്ത് നിൽക്കരുത്, പർവ്വതത്തിലേക്ക് ഓടണം, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞ് നോക്കരുത്. ലോത്ത് തടിക്കാർ കോണത്ത് അരുമயான ചെയ്തികളെ കേട്ടിരിക്കുക. നല്ല അരുമயான വേലക്കാരനായിരുന്നു. അതുകൊണ്ട് ലോത്ത് അമ്മാമ്മയും പെൺകുളന്തകളെയും വിളിച്ച് പറഞ്ഞ് തീ വരാറായി. കുഞ്ഞുങ്ങൾ മൊബൈലും ഒക്കെ എടുത്ത് ചുരിദാർ വിട്ട്. അമ്മാമ്മയ്ക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. 4 കാര്യം അമ്മാമ്മയെ കുഴപ്പത്തിലാക്കി. 1, കാഞ്ഞിരക്കാട്ട് കൃപാസനത്തിൽ ഉടുക്കാൻ നല്ല പുതിയ സാരി മേടിച്ചത്, അത് പെട്ടിയിലിരിക്കുക. 2, ജോൺസൺ ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന ഐസ്ക്രീം ഇങ്ങനെ നക്കിക്കൊണ്ടിരുന്നത് സ്തോത്രം. 3, കളിക്കാവിളയിൽ നിന്ന് മേടിച്ച അരുമയാണ് കോഴിയുടെ കാല് കുക്കറിനകത്ത് ഇട്ടിരിക്കുക. 12, 6 വിസിലടിച്ചുള്ള 65 ഉണ്ടാക്കാൻ പോവുക സ്തോത്രം. 4, ആപ്പിളിൻ്റെ ഐഫോൺ 28,000 രൂപയ്ക്ക് ഓൺലൈനിൽ വരുത്തിയിട്ട് ഇപ്പോൾ വൈഫൈ ഇത് റൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക സ്തോത്രം. അമ്മാമ്മ പോവോ, നാടൻ ഭാഷ, ഓട്ടം മുമ്പോട്ട്. എങ്കിലും ജീപ്പിൽ കയറി ഏകദേശം സോവേർ അടുക്കാറായി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പാറശാല കുറുംകുട്ടി ആയപ്പോൾ ബോർഡറിൻ്റെ അടുത്ത് പോയപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് ചവിട്ടിയേക്കായി. ലോത്ത് ചോദിച്ച് അമ്മ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവാന്ന്. പക്ഷേ ലോത്ത് ബുദ്ധിമാനായിരുന്നു. അമ്മാമ്മ അവിടെ ചവിട്ടി ഇറക്കി ലോത്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് പോയി. അമ്മാമ്മയുടെ പുറകെ പോയിരുന്ന അവനും പെരുവഴിയായി. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. ഓട്ടം മുമ്പോട്ടും നോട്ടം പുറകോട്ടും, മനസ്സിലാകുന്നവർക്കായി. അമ്മാമ്മയ്ക്ക് സോതവും വിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ സോതവും അമ്മാമ്മ വിട്ടില്ല. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളു. ഇതാ കൺവെൻഷൻ പ്രസംഗം. ലോത്ത് സോതവും വിട്ട നാളിൽ, ഔട്ട് ഓഫ് ദ ബൗണ്ടറി ഓഫ് ദ സോദോ, ദൈവത്തിന്റെ ദൂതന്മാരെ അവിടെ കൊണ്ട് തള്ളി ഇറക്കിയതിന് ശേഷമാ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പളുകൾ പറയണം, ഇവിടെ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ ശക്തിയുള്ള ദൈവസഭയെ നിത്യ വീട്ടിൽ എത്തിച്ചതിന് ശേഷമാ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരന്റെ വരവില് പളുകളെ ഈ രാത്രി കേട്ടാട്ടെ. ലോത്ത് സോദവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ ഇവിടെ അന്ത്യദിനത്തിൽ ഇന്നുള്ള ആകാശവും ഭൂമിയും തീക്കാ സൂക്ഷിക്കുന്ന ഒരു കാലം വരാറായി. അതിന്റെ നടുവിൽ നിന്ന് ഒരു കൂട്ടത്തെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ആരാവർ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറായി. പളുകളെ ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 1.5 ഏകനാമം യേശുവിന്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് முதலாவது நல்செய்தி கூட்டங்கள் தாய தகர்ப்பரே தம்பி தங்கச்சி மேடையில் எங்கே உட்கார்க்குது. இந்த நெஞ்சத்தை கருத்து கொடுத்து യേശു എന്ന ഏക രക്ഷകൻ, അവൻ എന്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നത് കരം ഉയർത്തുവെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളതും. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ തീ ഇറങ്ങുമോ? ബൈബിളിനകത്ത് കന്യാകുമാരിയിൽ പറയുന്ന ആശീർവാദമാണോ നമ്മുടെ കർത്താവ്? വായിക്കാം 1-ാമത്തെ ഇടവേള, എബ്രായർ 1:29. നമ്മുടെ ദൈവമാര്. ബൈബിൾ ഒന്ന് തുറന്നാട്ടെ. എബ്രായർ 1:29 വായിച്ച് സഹായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ചാട്ടെ. എബ്രായർ 1:29. നമ്മുടെ ദൈവമോ. വായിച്ചാട്ടെ. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12:29 1:29 ഒന്ന് എടുത്താട്ട് മോനെ. ബാക്കി അത്രയും ക്ലിയർ ആവുന്നില്ല, ഒന്ന് നോക്കിയാട്ടെ. എബ്രായർ ലേഖനം ഒന്നെടുത്താട്ടെ. 12:29. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തിയാട്ടെ. ഇതാ മക്കളെ, അമേരിക്കക്കാരന്റെ കാട്ടുതീ വേണ്ട. വചനത്തോട് മറുതലിച്ചപ്പോൾ അമേരിക്കയിൽ 48,000 ഏക്കർ കത്തി, 28,000 വീട് തകർന്നെങ്കിൽ, 38 പേർ പച്ചയ്ക്ക് ബന്ധു മരിച്ചെങ്കിൽ എന്റെ കാന്തന്റെ വരവെടുത്തു പോയി. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവില് 1-ാമത്തെ ഇടവേള 20 മിനിറ്റ് കൂടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സത്യവചനം കേൾക്കുന്ന ആരെങ്കിലും വീട്ടിനകത്തോ റോഡിനകത്തോ ഇരിക്കുന്നെങ്കിൽ, മകനെ മകളെ, ഒരു രാത്രി കൂടി ഞങ്ങൾ പറയുന്നു, നെഞ്ചത്ത് കൈവച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ ആ പ്രിയന്റെ വരവിൽ നിനക്കെടുക്കപ്പെടും.